വാർത്തകൾ തുടരുന്നു. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. സാബുവും ജേക്കബിന്റെ 2020 പാർട്ടി എൻഡിഎയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിർണായക നീക്കവുമായി ബിജെപി. 2020 പാർട്ടി എൻഡിഎയിൽ എത്തേണ്ടത് എൻഡിഎയുടെയും മലയാളികളുടെയും ആവശ്യമെന്ന് രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ എൻഡിഎന്റെ ഭാഗമായി 2020 ഇന്ന് വരുമ്പോൾ അത് എൻഡിഎന്റെ ആവശ്യമാണ്. പക്ഷെ അതിന്റെ ഒപ്പം എല്ലാ മലയാളികളുടെ ആവശ്യമാണ്. അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ ആ ജോബ് ക്രിയേഷൻ ട്രാക്ക് റെക്കോർഡ് തുടരണം. വികസിത കേരളത്തിന്റെ വലിയൊരു ഭാഗമായിട്ട് ആ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി തുടരുന്നതെന്ന് ഞങ്ങൾ എല്ലാവരും ആവശ്യമാണ്. എൻഡിഎ പ്രവേശനം 2020 ഉന്മൂലനം ചെയ്യാൻ തീരുമാനിച്ചവർക്കുള്ള മറുപടി. നിലവിലെ സാഹചര്യത്തിൽ മനം മടുത്താണ് തീരുമാനമെന്ന് സാബു എം ജേക്കബ്. ഞങ്ങൾ ഒരുപാട് ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ്. കാരണം രാഷ്ട്രീയത്തിലേക്ക് വരാനായിട്ടുണ്ടായ സാഹചര്യം തന്നെ ഈ ഇവിടുത്തെ LDFും UDFും മാറി മാറി ഭരിച്ച് ഈ കേരളത്തെ കട്ടുമുടിച്ച് ഇവിടെ ഈ നാട് നശിപ്പിക്കുന്ന കണ്ട് മനം മടുത്തിട്ടാണ് ഇതിനൊരു മാറ്റം വരുത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. നാടകീയ രംഗങ്ങൾക്കൊടുവിൽ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാതെ പ്രതിപക്ഷം. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന VD സതീശൻ. പ്രതിപക്ഷം കാണിച്ചത് തിണ്ണമിടുക്കെന്ന് MP രാജേഷ്. പോറ്റി പാട്ട് പ്ലക്കാർഡിൽ ഉയർത്തിയും പാടിയും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. പോറ്റി സോണിയാഗാന്ധി ബന്ധം അന്വേഷിക്കണമെന്ന V ശിവൻകുട്ടി. സോണിയാഗാന്ധി 2 പ്രാവശ്യം സ്വർണം കെട്ടവർ കാണാൻ പോയതിനെ പറ്റിയൊന്നും മിണ്ടുന്നില്ലല്ലോ. സാർ, സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം. സാർ, സോണിയാഗാന്ധിയുടെ വീട്ടിൽ സ്വർണമുണ്ട്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം മുൻ കമ്മീഷണർ N വാസുവിന് തിരിച്ചടി. ഹൈക്കോടതി വിധിക്കെതിരെ സമർപ്പിച്ച ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. തന്ത്രി കണ്ഠരര് രാജുവിനെ SIT കസ്റ്റഡിയിൽ വിട്ടു. മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. കേസിൽ കൂടുതൽ പ്രതികളുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടാൻ നേടി. പത്മകുമാർ, മുരാരി ബാബു, N വാസു എന്നിവരുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടു. ശബരിമലയിലെ കൊടിമരം മാറ്റി സ്ഥാപിച്ചത് ദേവപ്രശ്ന വിധി പ്രകാരമെന്ന് സ്ഥിരീകരണം. കൊടിമരത്തിന് ജീർണതയെന്ന ദേവപ്രശ്നത്തിൽ പുനർനിർമ്മാണം നിർദ്ദേശിച്ച ദേവപ്രശ്നം നടന്നത് 2014. കോഴിക്കോട് ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതിയായ ഷിംജിതയുടെ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. ദീപക് ജീവനൊടുക്കിയത് ഷിംജിത വീഡിയോ പ്രചരിപ്പിച്ചതിൽ മനംനൊന്ത്. ബസ്സിലെ CCTV ദൃശ്യങ്ങളിൽ അസ്വാഭാവികമായൊന്നും കണ്ടെത്തിയില്ലെന്നും റിപ്പോർട്ടിൽ. വീഡിയോ ചിത്രീകരിച്ച മൊബൈൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ഷിംജിതയുടെ ജാമ്യാപേക്ഷ കുന്നമംഗലം കോടതി ശനിയാഴ്ച പരിഗണിക്കും. കണ്ണൂർ തയ്യിലിൽ 1.5 വയസ്സുകാരനെ കടൽ ഭിത്തി എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശരണ്യയ്ക്ക് ജീവപര്യന്തം ശിക്ഷ. ശിക്ഷ വിധിച്ചത് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി. ആൺസുഹൃത്തിനൊപ്പം ജീവിക്കാൻ കുഞ്ഞിനെ കൊന്നത് 2020 ഫെബ്രുവരി 17. അവരാദ്യം പറഞ്ഞത് കുഞ്ഞിന്റെ കയ്യിൽ ഇഞ്ചക്ഷൻ എടുക്കുന്നതിൻ്റെ ഇടയിൽ ബ്ലേഡ് കൊണ്ട് ഒരു കീറൽ വന്നിട്ടുണ്ട്. ചെറിയ മുറിവാന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവർ കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ അത് ഫുള്ള് ബാൻഡേജ് ഇട്ട് വെച്ചേക്കായിരുന്നു. എന്നിട്ട് തുറന്ന് കാണിച്ചപ്പോൾ കുട്ടിയുടെ ഇത്ര നെയിലിൻ്റെ താഴെ വരെ ഫുള്ള് കട്ടായി, റൈറ്റ് തം ഫുള്ള് കട്ടായി പോയിക്കായിരുന്നു. തൃശൂർ കുന്നംകുളത്ത് സ്വകാര്യ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണം. നവജാത ശിശുവിന്റെ വിരൽ പാതി അറ്റുപോയതായി പരാതി. വിരൽ അറ്റുപോയത് പന്നിത്തടം സ്വദേശികളായ ജിത്തു ജിഷ്മ ദമ്പതികളുടെ കുഞ്ഞിന്റെ. പരാതി കുന്നംകുളം മലങ്കര ആശുപത്രിക്കെതിരെ. കശ്മീരിൽ സൈനിക വാഹനം മറിഞ്ഞ് 10 ജവാന്മാർക്ക് വീരമൃത്യു. അപകടം ദോഡ ജില്ലയിലെ ഖനി മേഖലയിൽ. നിയന്ത്രണം വിട്ട വാഹനം മറിഞ്ഞത് 200 അടി താഴ്ചയിലേക്ക്. പരിക്കേറ്റ 10 സൈനികർ ഉധംപൂരിലെ സൈനിക ആശുപത്രിയിൽ. ലോകകപ്പ് വേദിമാറ്റത്തിൽ ICCയുടെ അന്ത്യശാസനം തള്ളി ബംഗ്ലാദേശ്. ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന 2020 ലോകകപ്പിൽ നിന്ന് പിന്മാറ്റം ആതിഥേയരുടെയും ICCയുടെയും പരാജയമെന്ന BCB. ബംഗ്ലാദേശിന് പകരം സ്കോട്ട്ലാൻഡ് മത്സരത്തിലെത്തും.
വിശദമായ വാർത്തയിലേക്കാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിർണായക നീക്കവുമായി BJP. സാബുവും ജേക്കബിന്റെ 2020 പാർട്ടി NDAയിൽ ചേർന്നു. 2020 പാർട്ടി NDAയിൽ എത്തേണ്ടത് NDAയുടെയും മലയാളികളുടെയും ആവശ്യമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പങ്കെടുക്കുന്ന പ്രോഗ്രാമിൽ 2020 സാബുജിയും ഒഫീഷ്യലായിട്ട് PM-ന്റെ പ്രസൻസിൽ NDAന്റെ ഭാഗമാവും. അപ്പോൾ NDAന്റെ ഭാഗമായി 2020 ഇന്ന് വരുമ്പോൾ അത് NDAന്റെ ആവശ്യമാണ്. പക്ഷെ അതിന്റെ ഒപ്പം എല്ലാ മലയാളികളുടെ ആവശ്യമാണ്. അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ ആ ജോബ് ക്രിയേഷൻ ട്രാക്ക് റെക്കോർഡ് തുടരണം. വികസിത കേരളത്തിന്റെ വലിയൊരു ഭാഗമായിട്ട് ആ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി തുടരുന്നതെന്ന് ഞങ്ങൾ എല്ലാവരും ആവശ്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ മനമടുത്താണ് തീരുമാനമെന്ന് സാബുവും ജേക്കബ് പറഞ്ഞു. വരാനായി ഞങ്ങൾ ഒരുപാട് ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ്. കാരണം രാഷ്ട്രീയത്തിലേക്ക് വരാനായിട്ടുണ്ടായ സാഹചര്യം തന്നെ ഈ ഇവിടുത്തെ LDFും UDFും മാറി മാറി ഭരിച്ച് ഈ കേരളത്തെ കട്ടുമുടിച്ച് ഇവിടെ ഈ നാട് നശിപ്പിക്കുന്ന കണ്ട് മനം മടുത്തിട്ടാണ് ഇതിനൊരു മാറ്റം വരുത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. ഞങ്ങളെ ഇല്ലാതെയാക്കണം എന്ന് വിചാരിച്ചവർക്ക് ഞങ്ങൾ എങ്ങനെ ഈ കേരളത്തെ മാറ്റിയെടുക്കുമെന്ന് കാട്ടിക്കൊടുക്കണം. അതിന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച ഒരു സംഗതിയാണ് NDAയോടൊപ്പം മോഡി സർക്കാരിനോടൊപ്പം അവരുടെ വികസന കാഴ്ചപ്പാടിനോടൊപ്പം ഈ കേരളത്തെ മാറ്റിയെടുക്കാനായിട്ടുള്ള ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കാനുണ്ടായത്. ഞാൻ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ച് വളരെ ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ്. ഈ കേരളത്തില് ഇന്നത്തെ സാഹചര്യത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കേരളം എന്നൊരു സംസ്ഥാനം തന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാൻ സാധിക്കില്ല. നമ്മുടെ യുവാക്കളായിട്ടുള്ള ആളുകളായിക്കോട്ടെ, നമ്മുടെ കുട്ടികളായിക്കോട്ടെ നാട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിന് നമുക്ക് മാറ്റം വരണം. ആ മാറ്റം വരണമെങ്കിൽ നമ്മുടെ പഴയ കേരളത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിനായിട്ടാണ് NDAയുടെ കൂടെ ചേർന്ന് ഇതോടൊപ്പം ആ വികസന കാഴ്ചപ്പാടോടൊപ്പം വികസിത കേരളം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അതുല്യ നൽകും. ഇതുവരെ ഒരു രാഷ്ട്രീയ മുന്നണിക്കും കൈ കൊടുക്കാതെ സ്വതന്ത്രമായി പ്രവർത്തനം നടത്തി വന്നിരുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാൻ കഴിയില്ല, ഒരു കോർപ്പറേറ്റ് സംഘടനയാണ് 2020 എന്ന് പറയുന്നത്. ആ 2020 ഇപ്പോൾ NDAയ്ക്കൊപ്പം ചേരുന്നു എന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കും എന്ന് തന്നെ. അതായത് കൊച്ചിയിൽ മാത്രം അല്ലെങ്കിൽ എറണാകുളത്ത് മാത്രം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലൊരു സ്വാധീനം ഉണ്ടാക്കുക എന്നതിലപ്പുറമായി ഇതുവരെയും ഒരു മുന്നണികൾക്കൊപ്പവും ചേർന്ന് പ്രവർത്തിക്കാതിരുന്ന 2020 NDAയിലേക്ക് പോകുന്നു എന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും എറണാകുളത്ത് പ്രാദേശികമായി വലിയ സ്വാധീനമുള്ള പാർട്ടിയാണ് 2020. മാത്രമല്ല ഒരു ന്യൂനപക്ഷ വിഭാഗം കൂടുതലുള്ള പഞ്ചായത്തുകളിലാണ് 2020ക്ക് കൂടുതലായും ഈ ഒരു സ്വാധീനം ഉള്ളത്. അപ്പോൾ ആ ഒരു ന്യൂനപക്ഷ വിഭാഗം കൂടിയാണ് ഈ ഒരു കൈപിടിക്കലിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പ്രവേശനത്തിലൂടെ NDAയിലേക്ക് എത്തുന്നത് എന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ വിലയിരുത്തേണ്ടത്. ഒരു പാർട്ടിയുടെ ലയനം അല്ലെങ്കിൽ ഒരു പാർട്ടി മാറ്റം എന്നതിലുപരിയായി NDAയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഒരു വേരോട്ടം ഇല്ലാതിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ, എറണാകുളത്തെ ഒരു പ്രാദേശികമായിട്ടുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയൊരു സ്വാധീനം ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ നിലവിൽ 2020യിലൂടെ ആ ജനവിഭാഗങ്ങളെ കൂടിയാണ് NDAയിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇത് സ്വാഭാവികമായും നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കം തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. സാബുവും ജേക്കബ് പറഞ്ഞതുപോലെ തന്നെ ഇതുവരെയും ഇത്തരത്തിൽ ഒരു മുന്നണി പ്രവേശത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ല. ഇതിനു മുൻപ് UDF ഭരിച്ചിരുന്ന സമയത്താണ് 2020 രൂപീകൃതമാകുന്നത്. അതിനുശേഷം ആദ്യം നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ആ പഞ്ചായത്ത് നേടിയെടുക്കാൻ 2020ക്ക് കഴിഞ്ഞിരുന്നു. അതേ നേട്ടം എന്നാൽ ഈ ഇക്കൊല്ലത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ 2020ക്ക് കഴിഞ്ഞിരുന്നില്ല. താരതമ്യേന മുൻവർഷങ്ങളിൽ അപേക്ഷിച്ച് ഇക്കുറി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 2020 പിറകോട്ട് പോയിരുന്നു. അതിന് കാരണമായി പറയുന്നത് പല പഞ്ചായത്തുകളിലും 2020യെ ഇല്ലാതാക്കാൻ UDF LDF മുന്നണികൾ സംയുക്തമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. പരസ്പരം
ഇതെല്ലാം സഹായിച്ചുകൊണ്ട് LDFും UDFും ഒന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രവർത്തിച്ചവർക്ക്, അതായത് 2020യെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചവർക്കുള്ള മറുപടിയാണ് ഈ NDA പ്രവേശനത്തിലൂടെ നൽകുന്നത് എന്നാണ് സാബു എം ജേക്കബ് വ്യക്തമാക്കിയത്. അതേസമയം വാർത്താ സമ്മേളനത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനൊപ്പമാണ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തത്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതനുസരിച്ച് 2020യുടെ പ്രവേശനം എന്ന് പറയുന്നത് NDAയുടെ കൂടി ആവശ്യമാണ്, NDAയ്ക്കൊപ്പം മലയാളികളുടെ കൂടി ആവശ്യമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി നാളെ തിരുവനന്തപുരത്തെ വികസിത കേരളം മിഷന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. നാളെ ഈ പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിൽ സാബു എം ജേക്കബും ഉണ്ടായിരിക്കും. ആ വേദിയിൽ വെച്ചായിരിക്കും ഔദ്യോഗികമായിട്ടുള്ള പ്രവേശനം, ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ തന്നെ നിലവിൽ UDFിലെയും അതുപോലെ തന്നെ മറ്റും MLAമാർ അടക്കമുള്ളവർ, മുഹമ്മദ് ഷിയാസ്, അതുപോലെ തന്നെ PV ശ്രീനിജൻ MLA അടക്കമുള്ളവർ 2020യുടെ ഈ ഒരു മുന്നണി പ്രവേശനത്തിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ വലിയ രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. കാരണം ഇത്തരത്തിലൊരു NDAയ്ക്കൊപ്പം ചേരുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമായിരിക്കും എന്ന രീതിയിൽ തന്നെയാണ് അവരെല്ലാം തന്നെ ഇതിനെ വിലയിരുത്തുന്നത്. ഒരുപക്ഷെ 2020യിൽ ഇപ്പോഴുള്ള ആളുകൾക്ക്, പല ആളുകൾക്കും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നായിരിക്കും NDAയുടെ നിലപാടുകൾ. അപ്പോൾ NDA പാർട്ടിയുമായി ലയിക്കുന്നത് അല്ലെങ്കിൽ NDAയുടെ ഘടകകക്ഷിയാകുന്നത് കൊണ്ട് 2020യിൽ നിരവധി ആളുകൾ കൊഴിഞ്ഞു പോകും എന്നാണ് പലയിടത്തു നിന്നും ഉള്ളൊരു വിലയിരുത്തൽ. എന്തായാലും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി അധിക നാളുകളില്ല. ആ ഒരു സാഹചര്യത്തിൽ കൊച്ചിയിലെ രാഷ്ട്രീയ ഭൂമികയെ ഈ ഒരു പുതിയ നീക്കം എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. 2020 NDAയിൽ ചേർന്നത് സ്വാഭാവിക പരിണാമമെന്ന് KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. 2020 ഒരു കച്ചവട സ്ഥാപനമാണ്, അവർക്ക് NDAയിൽ ചേരുക മാത്രമേ മാർഗമുള്ളൂ എന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. NDA ഈ പറഞ്ഞിരിക്കുന്ന 2020 ചേർന്നു എന്ന് പറഞ്ഞാൽ സ്വീകാര്യത കൂടിയോ? ഒരിക്കലും സ്വീകാര്യത കൂടിയിട്ടൊന്നുമില്ല. 2020ക്ക് NDA അല്ലാതെ മറ്റേതൊരു പാർട്ടിയിലും ഇപ്പോൾ ചേരാൻ സാധിക്കുക. അവർ ഒരു വ്യാപാര സ്ഥാപനമല്ലേ, അപ്പോൾ അവർക്ക് അതുമാത്രമേ ഒരു മാർഗമുള്ളൂ. അതുമാത്രമേ ഉള്ളൂ. സ്വാഭാവികമായ പരിണാമം മാത്രമാണത്. CPM കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം സുജ ചന്ദ്രബാബു മുസ്ലിം ലീഗിൽ ചേർന്നു. ലീഗിന്റെ ജില്ലാ ഓഫീസിൽ വെച്ച പാണക്കാട് സാദിഖലി തങ്ങൾ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. 30 വർഷത്തെ CPM ബന്ധം ഉപേക്ഷിച്ചാണ് സുജ ചന്ദ്രബാബു മുസ്ലിം ലീഗിൽ ചേർന്നത്. 3 തവണ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മഹിളാ അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു വാഗ്ദാനവും ഇല്ലാതെയാണ് ലീഗിലേക്ക് വന്നതെന്ന് CPMന്റെ ചില നേതാക്കളുടെ ധാർഷ്ട്യവും നിലപാടുകളും ഉൾക്കൊള്ളാൻ പറ്റാത്തതിനാലാണ് തീരുമാനമെന്നും സുജ ചന്ദ്രബാബു പറഞ്ഞു. ചില നേതാക്കളുടെ ഇപ്പോഴത്തെ രീതികൾ കണ്ട് മനമെടുത്താണ് ഞാൻ നമ്മുടെ ലീഗിലേക്ക് വരുന്നതിന് ആലോചിച്ചത്. അതോടൊപ്പം തന്നെ CPMന്റെ മന്ദനിപേക്ഷതയും കൂട്ടി വളർത്തിയ സമീപനവും എല്ലാം കണ്ട് ആണ് പ്രസ്ഥാനത്തിൽ ഞാൻ പ്രവർത്തിച്ചത്. എന്നാൽ ഈ അടുത്ത നാളുകളിലായി കുറെ വോട്ടിന് വേണ്ടിയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടും നമ്മുടെ മതേതരത്വത്തിന് എതിരായി മതേതരത്തെ വിലയ്ക്ക് കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനവുമായി CPM നേതാക്കൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്ത്യ എന്ന മതനിരപേക്ഷ രാജ്യമാണ്, പ്രത്യേകിച്ചും കേരളം. സാമുദായിക സംഘടനകളായ SNDPയും NSSും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഐക്യകാഹളം ഉയർത്തുമ്പോൾ അതിന് പിന്നിലുള്ള അജണ്ട എന്താണ്? രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടങ്കം ചോദിക്കുന്ന ഈ ചോദ്യമാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. കോൺഗ്രസിനും VD സതീശനുമുള്ള വെല്ലുവിളിയാണോ അതല്ല സമ്മർദ്ദ തന്ത്രമാണോ ഈ നീക്കം? ഈ ഐക്യകാഹളം ഗുണം ചെയ്യുക ഇടതുപക്ഷത്തിനാണോ? നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് NSS SNDP ഐക്യം സംബന്ധിച്ച കാര്യമാണ്. NSSും SNDPയും ഐക്യത്തിൽ ഏർപ്പെടുന്നത് നല്ല കാര്യമാണെന്ന് ആദ്യം തന്നെ പറയട്ടെ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കേരളീയ സമൂഹത്തിൽ നവോത്ഥാനമുണ്ടാക്കുന്നതിൽ ഏറ്റവും സുപ്രധാനമായ പങ്ക് വഹിച്ച ചരിത്രം ഈ രണ്ട് സംഘടനകൾക്കുമുണ്ട്. പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശം ഉൾക്കൊള്ളുന്ന SNDPയും ഒപ്പം തന്നെ മന്നത്ത് പത്മനാഭന്റെ ആദർശം പിന്തുടരുന്ന NSSുമെല്ലാം തന്നെ അവരുടെ
സമുദായങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസപരമായും ഒപ്പം തന്നെ സാമൂഹികപരമായുമുള്ള ഉന്നതി ഉണ്ടാക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിച്ച കൂട്ടായ്മകളാണ്. അത്തരം സംഘടനകൾ നല്ല ഉദ്ദേശത്തോടുകൂടി ഐക്യപ്പെടുന്നത് എന്തായാലും സ്വാഗതാർഹമായ കാര്യമാണ്. പക്ഷേ ചില കാര്യം പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്തുള്ള ഇത്തരം ഒരു ഐക്യമെന്ന് പറയുന്ന കാഹളം മുഴക്കുന്നതിന് പിന്നിൽ വല്ല ദുരുദ്ദേശവും ഉണ്ടോ എന്ന കാര്യം രാഷ്ട്രീയ നിരീക്ഷകർ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വി.ഡി. സതീശനെയും ഒപ്പം തന്നെ കോൺഗ്രസിനെയും എതിർക്കാനുള്ള ഒരു കൂട്ടായ്മയായി ഇത് വരുന്നു എന്നുള്ളത്. ഈ SNDPയും NSSും ഒക്കെ സമുദായ സംഘടനകൾ എന്ന രീതിയിൽ നവോത്ഥാനത്തിൽ വലിയ പങ്ക് വഹിക്കുമ്പോഴും വർത്തമാനകാല സമൂഹത്തിൽ ഒരുപക്ഷെ അവരുടെ നേതൃതലത്തിലിരിക്കുന്ന ചില വ്യക്തികൾ ഉണ്ടാക്കുന്ന അവരുടെ പരാമർശങ്ങളൊക്കെ സമൂഹത്തിൽ എത്രമാത്രം ഏതൊക്കെ രീതിയിൽ അത് പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ വസ്തുതാപരമായും ഒപ്പം തന്നെ വിമർശന വിധേയമായും പരിശോധിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരും പലപ്പോഴും UDF അധികാരത്തിലേറും എന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ സമ്മർദ്ദ ശക്തികളായി വരുന്ന കാഴ്ച നമ്മൾ നേരത്തെയും തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇവർക്ക് സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്ന പാർട്ടിയാണ് കോൺഗ്രസ്, ഒപ്പം തന്നെ കഴിയുന്ന മുന്നണിയാണ് UDF എന്നൊരു ധാരണ ആ പാർട്ടിയും ആ മുന്നണിയും നേരത്തെ തന്നെ അതിൻ്റെ ചരിത്രപരമായ ഇടനാഴികളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവർക്കുള്ള സാധ്യത വരുമ്പോൾ ഇത്തരമുള്ള സമുദായ നേതാക്കൾ ഇങ്ങനെ തലപൊക്കി വരുന്നതും ചില വാറോലകൾ പുറപ്പെടുവിക്കുന്നതും എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഒരു വസ്തുതയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിലവിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശനെതിരെയുള്ള കടന്നാക്രമണങ്ങൾ വെള്ളാപ്പള്ളിയും G. സുകുമാരൻ നായരും ഒരുപോലെ നടത്തുന്നത്. അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ സർവേകളിൽ ഉൾപ്പെടെ പൊതുവെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുന്ന രീതിയിലുള്ള റിസൾട്ടിൽ ഉൾപ്പെടെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ NSSും ഒപ്പം തന്നെ SNDPയും പോലുള്ള വെള്ളാപ്പള്ളിയും അല്ലെങ്കിൽ G. സുകുമാരൻ നായരും പോലുള്ള NSSന്റെയും SNDPയുടെയും നേതാക്കൾ ഇങ്ങനെ കോൺഗ്രസിനെയും വി.ഡി. സതീശനെയും എതിർത്ത് വരുന്നത് അത്തരം സാമുദായിക ശക്തികളുടെ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ ഇടതുപക്ഷത്തിന് നൽകുന്നുണ്ട്. പക്ഷേ അത് മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് UDFനെ സമ്മർദ്ദത്തിലാഴ്ത്തുക. കാരണം UDFന്റെ പലപ്പോഴും നേരത്തെ സ്വീകരിച്ചു വന്നിട്ടുള്ള അഴകുഴമ്പൻ നയം നിലപാടുകൾ അതിലേക്ക് അവരെ നയിച്ചുകൊണ്ട് തങ്ങൾക്ക് ഹിതകരമാകുന്ന രീതിയിൽ ഭരിക്കുന്നതിനുള്ള ഒരു സർക്കാരിനെ രൂപപ്പെടുത്തിയെടുക്കുക എന്നൊരു അജണ്ട ഇതിന് പിന്നിലുണ്ടോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ സംശയിക്കുന്നുണ്ട്. അത്തരമൊരു സംശയത്തിന് ആ രാഷ്ട്രീയ നിരീക്ഷകരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ചില ആനുകൂല്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഇത്തരം സാമുദായിക നേതാക്കൾക്ക് അവർക്ക് ഹിതകരമാകുന്ന രീതിയിൽ ഭരണം വന്നേ പറ്റൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് അവർക്ക് തങ്ങൾക്ക് അഹിതമായിട്ടുള്ള വി.ഡി. സതീശനെ അവർ എതിർക്കുന്നത് എന്നുള്ള ഒരു വിലയിരുത്തലാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരിൽ നിന്നും ഉയരുന്നത്. കാരണം വി.ഡി. സതീശൻ പലപ്പോഴും സാമുദായിക നേതാക്കൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള ഒരു നേതാവാണ്. നേരത്തെ അത് പിണറായി വിജയനിൽ നമ്മൾ ഒരു ഘട്ടത്തിൽ കണ്ടിരുന്നു. ഇത്തരം സാമുദായിക നേതാക്കൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു മുഖം എന്ന രീതിയിൽ ഇടതുപക്ഷത്ത് പിണറായി വിജയൻ നേരത്തെ അങ്ങനെ നിലകൊണ്ടിരുന്ന ഒരു നേതാവാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അത്തരത്തിൽ ഒരു നിലപാടെടുക്കുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. എന്നാൽ വി.ഡി. സതീശൻ ഈ കഴിഞ്ഞ നാളുകളിൽ അല്ലെങ്കിൽ സമീപകാലത്ത് വരെ അത്തരത്തിലൊരു ശക്തമായ നിലപാട് ഈ സാമുദായിക നേതാക്കൾക്കെതിരെ എടുക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ഈ സാമുദായിക നേതാക്കൾക്ക് അനഭിമതനായത് എന്നുള്ള വസ്തുത പരിശോധിക്കപ്പെടണം. ഇത്തരത്തിൽ സാമുദായിക നേതാക്കളും സമുദായികളുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര കാര്യങ്ങളിലും മറ്റുമൊക്കെ ഇടപെടുന്നത് ശരിയാണോ എന്ന് ജനാധിപത്യപരമായി തന്നെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. അങ്ങനെ ആ സാമുദായിക നേതാക്കളുടെ വാറോലകളെ പുതിയ തലമുറയിലെ സമൂഹം, പുതിയ തലമുറയിലെ വോട്ടർമാർ വിലവെക്കുമോ എന്നുള്ളത് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണലിലും ഫലത്തിലുമൊക്കെയാണ് അത് പ്രതിഫലിക്കുക എന്ന് നമുക്ക് വ്യക്തമാകും. കാരണം അതെങ്ങനെ പ്രതിഫലിക്കുമെന്ന് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു സാമുദായിക നേതാക്കൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതും രാഷ്ട്രീയ നേതാക്കൾ സമുദായ ശക്തികളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതും പരസ്പരം ഭൂഷണമല്ല, അത് ജനാധിപത്യത്തിന് ഹിതകരമല്ല എന്നുള്ളതാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ NSSും SNDPയും ഉയർത്തുന്ന വാറോല അത് തെറ്റായ കാര്യത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ നഖശിഖാന്തം തന്നെ അത് എതിർക്കപ്പെടണം. പ്രത്യേകിച്ച് NSS എന്ന് പറയുന്ന സംഘടനയോ അല്ലെങ്കിൽ SNDP എന്ന് പറയുന്ന ആ സാമുദായിക ശക്തിയോ അല്ല, അതിനപ്പുറത്തേക്ക് അതിന്റെ നേതൃതലത്തിലുള്ള ആളുകൾ ഇങ്ങനെ ഇടയ്ക്കിടെ ഇത്തരത്തിലുള്ള വാറോലകൾ പുറപ്പെടുവിക്കുന്നത് ഒരിക്കലും യോജിക്കാനാവാത്ത ഒരു കാര്യമാണ് ജനാധിപത്യത്തെ സംബന്ധിച്ച്. അതുകൊണ്ട് ജനാധിപത്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ നിലപാടിന് വിടുക. ജനാധിപത്യത്തിന്റെ കാര്യങ്ങൾ ജനങ്ങൾ തീരുമാനിക്കട്ടെ. അതിൽ സാമുദായിക നേതാക്കൾ സമുദായത്തിന്റെ കാര്യം തീരുമാനിക്കട്ടെ. രാഷ്ട്രീയത്തിന്റെ
ചെയ്യേണ്ട കാര്യങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ തീരുമാനിക്കട്ടെ എന്ന നല്ല ഒരു ചിന്താഗതി ഈ പൊതുസമൂഹത്തിൽ ഉണ്ടാകണം. അതിനുതകുന്ന തരത്തിലുള്ള ഒരു ഐക്യപ്പെടലാവട്ടെ NSSഉം SNDPയും തമ്മിലുള്ളത്. അല്ലാതെ കേവലം സമ്മർദ്ദത്തിന് വേണ്ടിയോ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയായി അത് മാറാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രത്യാശിക്കാം. ഇപ്പോഴത്തെ SNDP നേതൃത്വം ജാതി മത ചിന്തയിലേക്ക് കേരളത്തെ തിരിച്ചു കൊണ്ടുപോകരുതെന്ന് KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള മഹാരഥന്മാർ നയിച്ച പ്രസ്ഥാനമാണത്. ജാതി മത ചിന്തകളുടെ പേരിൽ കേരളം ഒരുപാട് വില കൊടുത്തിട്ടുണ്ട്. NSS നേതൃത്വവും ഇക്കാര്യം ഓർക്കണം. മഹത്തായ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് NSS. മന്നത്ത് പത്മനാഭൻ ഉത്തമനായ കോൺഗ്രസ് നേതാവായിരുന്നു. നവോത്ഥാനമുണ്ടാക്കിയ NSSഉം ജാതി മത ചിന്തകളിലേക്ക് തിരിച്ചു പോകരുതെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ബേപ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ UDF സ്ഥാനാർത്ഥിയാകുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയുമായി മന്ത്രി PA മുഹമ്മദ് റിയാസ്. ജനാധിപത്യത്തിൽ വോട്ടർ പട്ടികയിലുള്ള ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം. ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല. ആര് LDF സ്ഥാനാർത്ഥിയായാലും 2021 കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജനാധിപത്യത്തിൽ ആർക്ക് വേണമെങ്കിലും വോട്ടർ പട്ടികയിൽ പേരുള്ള ആർക്ക് വേണമെങ്കിലും മത്സരിക്കുക. അതിലൊന്നൊരു പ്രശ്നമുള്ള കാര്യമില്ല. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ LDFനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല. ഇവിടെ ആര് LDFൻ്റെ സ്ഥാനാർത്ഥി ആയാലും 2021 കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിക്കും. ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും മത്സരിക്കുമെന്നുള്ളതിൻ്റെ ഭാഗമായി നമ്മളതിലൊരു അഭിപ്രായം അത് ആ മുന്നണിയാണല്ലോ തീരുമാനിക്കേണ്ടത്. UDF മുന്നണി തീരുമാനിക്കേണ്ട കാര്യമാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്ഥാനാർത്ഥി ചർച്ചയൊന്നും തുടങ്ങിയിട്ടില്ല. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണവുമായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഉമ്മൻചാണ്ടി തന്നെ ചതിച്ചെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. തന്റെ കുടുംബം തകർത്തത് ഉമ്മൻചാണ്ടി എന്നും മക്കളെയും തന്നെയും വേർപെടുത്തിയെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. തർക്കത്തിൽ മധ്യസ്ഥ വഹിച്ച തന്റെ കുടുംബം ഇല്ലാതാക്കി തന്നെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയത് എന്തിനായിരുന്നുവെന്നും പ്രശ്നങ്ങൾ അവസാനിച്ചാൽ തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചുവെന്നും ഗണേഷ് കുമാർ ആരോപിച്ചു. പത്തനാപുരത്ത് പൊതുയോഗത്തിൽ ചാണ്ടി ഉമ്മൻ പറഞ്ഞതിൽ മറുപടിയായാണ് പ്രതികരണം. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ കുടുക്കാൻ ശ്രമിച്ചത് ഗണേഷ് കുമാർ എന്നായിരുന്നു ചാണ്ടി ഉമ്മന്റെ ആരോപണം. സോളാർ പരാതിക്കാരിയുടെ പരാതി എങ്ങനെ 18 പേജിൽ നിന്നും 24 പേജായി ഉയർന്നുവെന്നും ചാണ്ടി ഉമ്മൻ ചോദിച്ചു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഭരണ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ നേരത്തെ പിരിഞ്ഞു. മന്ത്രി VN വാസവന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷ ബഹളം. പ്രതിരോധിക്കാൻ ഭരണപക്ഷം കൂടിയെത്തിയതോടെ സഭ പിരിയുകയായിരുന്നു. 2024-25 കാലത്ത് ഗുരുതരമായ ക്രമക്കേടുകൾ ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്മേലുള്ള സമ്മർദ്ദം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരത്തിലാണ് എന്ന വിവരം ഞങ്ങൾ അങ്ങയെ അറിയിക്കുന്നു. നിയമസഭയിൽ ചോദ്യോത്തരവേള ഒഴിവാക്കി ഉപക്ഷേപത്തിലേക്ക് കടന്നതോടെ പ്രതിപക്ഷ ബഹളം തുടങ്ങി. കടകംപള്ളി സുരേന്ദ്രൻ MLA, മന്ത്രി VN വാസവൻ എന്നിവരുടെ അറസ്റ്റും രാജിയും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി. ചർച്ചയായ വിവാദ പാരഡി ഗാനത്തിന്റെ വരികൾ എഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. ബഹളം കൂടാൻ തുടങ്ങിയതോടെ മന്ത്രിമാരായ V ശിവൻകുട്ടി, MB രാജേഷ് എന്നിവർ ഭരണപക്ഷത്തിന് പ്രതിരോധം തീർത്തു. സാർ, ഈ ചോദ്യം UDFന്റെ കൺവീനർ അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. എന്ന ചോദ്യം അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. അവിടെ നിന്ന് കിട്ടുന്ന ഉത്തരം മതിയാകാതെ വന്നാൽ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ട് ചോദിക്കണം. അതാണ് ചോദിക്കേണ്ടത്. സഭാതലത്തിൽ ഇരുപക്ഷവും മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങിയതോടെ സഭാ നടപടികൾ ഇന്നത്തേക്ക് അവസാനിക്കും. സഭ ഇപ്പോൾ പിരിയുന്നതും 2026 ജനുവരി 27 വീണ്ടും ചേരുന്നതുമാണ്. ഇനി ചൊവ്വാഴ്ച സഭ ചേരും. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളികളുമായി സഭ വിട്ട് പുറത്തിറങ്ങി. ചർച്ച ആവശ്യമില്ല, മന്ത്രിയുടെ രാജിയാണ് ആവശ്യം. 2019 കളവ് നടന്നു എന്നറിഞ്ഞിട്ടും 2024-ലും 25-ലും ഇത് പുറത്തു കൊണ്ടുപോകാൻ ശ്രമിച്ചു. അതിന് ദേവസ്വം മന്ത്രി വാസവനും ദേവസ്വം പ്രസിഡന്റായിരുന്ന പ്രശാന്തിനും പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്, ഗൗരവമുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ മന്ത്രി വാസവൻ രാജിവെക്കണം എന്ന ഞങ്ങളുടെ ആവശ്യത്തിന്റെ ആരോപണത്തിന്റെ ആവശ്യത്തിന്റെ അടിയിലാണ് ഈ കോടതി ഉത്തരവിലൂടെ അടിവരയിട്ടിരിക്കുന്നത്.
നിയമസഭയിൽ സ്വർണ്ണപ്പാളി വിവാദം കത്തിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. പ്രതിരോധം തീർക്കാൻ ഭരണപക്ഷവും തയ്യാറെടുക്കും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. നോക്കാം സ്വർണ്ണ വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,145 രൂപ, പവന് 1,13,160 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,700 രൂപ, പവന് 93,600 രൂപ. വെള്ളി ഗ്രാമിന് 325 രൂപ, കിലോയ്ക്ക് 3,25,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. Aquila Finance, the legacy of trusted service since 1995. കഴിഞ്ഞ 30 വർഷങ്ങളായി അക്വില ഫിനാൻസ് ഇവിടെ തന്നെയാണ്, നമ്മളോടൊപ്പം കേരളത്തിൽ. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. ഞങ്ങളുടെ സേവനങ്ങളിൽ ഗോൾഡ് ലോൺ, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, സേവിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഡിബഞ്ചേഴ്സ്, മോർഗേജ് ലോൺ, ബിസിനസ് ലോൺ, ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടുന്നു. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലായി 50-ൽ പരം ബ്രാഞ്ചുകൾ. ഞങ്ങളെ ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ നമ്പർ 1800-123-0625. ലക്ഷ്മിക്കുട്ടി, ഇതെന്റെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. അപ്പോ ഞാനിത് ജുവലറൊക്കെ കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശക്ക് കൂടുതൽ പണം കിട്ടും. നമ്മെ അറിയുന്ന നല്ലൊരു ഫിനാൻസ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വിലപ്പെട്ടതൊക്കെ നഷ്ടപ്പെടുത്തി കളയണമുണ്ട് ലക്ഷ്മിക്കുട്ടി. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. ബാക്ക് പാക്കർ ധ്രുവല്ലത്, പോയി നോക്കാം. ഹായ് സർ, വി ആർ ബിഗ് ഫാൻ ഓഫ് യുവർ വ്ലോഗ്സ്. കേരളത്തെ പറ്റിയുള്ള പഴയ വീഡിയോസ് എല്ലാം നല്ല രസമാണ്. Oh, that's great to hear. Sit. Thank you, sir. Thank you, sir. What excites you to come here so many times? It's a place that pulls you back again and again. रुको, तुम्हें कुछ दिखाता हूँ. इन रास्तों को देखो, ये तो मुफ्त में रोलर कोस्टर राइड जैसा था, पर मंजिल कम से कम सफर के काबिल तो था. Yes, you asked what excites me to be in Kerala. This time something very specific amazed me. This time the journey was the destination. Smooth roads, happy rides. It feels like the entire state has become more connected, more accessible. It's not just a change, it's a transformation. That's the real story of Kerala. It was lovely meeting you both. Yes, sir. ഗ്രീൻ പവർ എക്സ്പോ 2026-ൽ പങ്കെടുക്കൂ. സോളാർ ഊർജ്ജ മേഖലകളിലെ പുതിയ മാറ്റങ്ങളും സാങ്കേതിക വിദ്യകളും പരിചയപ്പെടൂ. PM സൂര്യാഘർ യോജനയെ സമഗ്രമായി അറിയൂ. 200-ലേറെ തൊഴിലവസരങ്ങൾ, 250-ലേറെ പ്രദർശകർ, മാനുഫാക്ചേഴ്സിനെ മുഖാമുഖം പരിചയപ്പെടാം. ജനുവരി 22 മുതൽ 24 വരെ അങ്കമാലിയിലെ ആറ്റ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ. അഡ്മിഷൻ ഫ്രീ. ഗോ ഗ്രീൻ, സേവ് ബിഗ്. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ധനലക്ഷ്മി ഹെയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. My G Future. Experience the next. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. Anashura Jewelers, the queen of lightweights. അടൂർ, കൊച്ചി ആൻഡ് കൊല്ലം. ജെബ് സോളാർ, കേരളത്തിന്റെ ഏറ്റവും വിശ്വസ്തമായ എനർജി പാർട്ട്ണർ. Hurix Google TV by CJ Smart. Southern Multi-State Cooperative Credits and Multi-Purpose Society Limited. Mr. Made Skazoo from Skazan India. Aquila Finance, the legacy of trusted service since 1995. Sun Medical and Research Center, a unit of Trichure Heart Hospital Limited, first NABH accredited hospital in Trichure. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ടിക്കറ്റുകൾ ഇപ്പോൾ വിപണിയിൽ. നറുക്കെടുപ്പ് 2026 ജനുവരി 24. കേരള സംസ്ഥാന ഭാഗ്യക്കുറി, വിശ്വസ്തം, സുതാര്യം, ജനകീയം.
Jewel Rock Hire Purchase and Leasing Private Limited, Kerala and Tamil Nadu. Kairali Agriculture Multi-State Cooperative Society Limited. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. ദ്വീപ ഗ്രീൻ പവർ എക്സ്പോ 2026 പങ്കെടുക്കൂ. അങ്കമാലിയിലെ ആറ്റ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ. അഡ്മിഷൻ ഫ്രീ. ഗോ ഗ്രീൻ സേവ് ബിഗ്. വിഷയം ഫ്യൂച്ചറാണ്. വരൂ, കാണൂ, കേൾക്കൂ. വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. അന്വേഷണത്തിലെ പ്രധാന നടപടികളും തെളിവ് ശേഖരണവും ഉൾപ്പെടെ പൂർത്തിയായ സാഹചര്യത്തിൽ തന്റെ കസ്റ്റഡി അനിവാര്യമല്ല എന്നായിരുന്നു വാസുവിന്റെ വാദം. പ്രായവും ആരോഗ്യസ്ഥിതിയും പരിഗണിച്ച് ജാമ്യം നൽകണമെന്നും വാസു ഹർജിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യങ്ങളെല്ലാം കോടതി തള്ളി. ദൈവത്തെ കൊള്ളയടിച്ചില്ലേ എന്ന് കോടതി വാസുവിനോട് ചോദിച്ചു. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് അപ്പീൽ തള്ളിയത്. താൻ കമ്മീഷണർ മാത്രമായിരുന്നു എന്നായിരുന്നു വാസുവിന്റെ വാദം. എന്നാൽ കവർച്ച സമയത്ത് ചുമതലയിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ലെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ SIT എതിർത്തല്ലോ എന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി കേസിൽ ഇടപെടുന്നില്ലെന്ന് അറിയിച്ചുകൊണ്ടാണ് ജാമ്യാപേക്ഷ തള്ളിയത്. 72 ദിവസമായി ജയിലിലാണ് എൻ വാസു. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ വിശദീകരണവുമായി ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരു തവണ മാത്രമാണ് പോയതെന്ന് കടകംപള്ളി പറഞ്ഞു. സന്ദർശന വേളയിൽ പോറ്റിൽ നിന്ന് സമ്മാനങ്ങളൊന്നും കൈപ്പറ്റിയിട്ടില്ലെന്നും കടകംപള്ളി വ്യക്തമാക്കി. ഗവൺമെന്റ് ഒപ്പമാണ് ഒരിക്കൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോറ്റിയുടെ വീട്ടിൽ പോയത്. കുട്ടിയുടെ പരിപാടി എന്ന് ഇന്നലെ പറഞ്ഞത് പിശക് പറ്റിയതാണെന്നും പോറ്റിയുടെ അച്ഛനുമായി ബന്ധപ്പെട്ട എന്തോ ചടങ്ങിനാണ് പോയതെന്നാണ് ഓർമ്മയെന്നും കടകംപള്ളി സുരേന്ദ്രൻ തിരുത്തി പറഞ്ഞു. അതേസമയം കോൺഗ്രസ് നേതാവായ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്ദർശനം നടത്തിയതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് കളങ്കിതനായ ഒരാളെ സോണിയ വീട്ടിൽ കയറ്റുമെന്ന് തോന്നുന്നില്ലെന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചത്. ദേവസ്വം മന്ത്രിക്ക് ശബരിമലയിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടേണ്ട കാര്യമില്ല. അന്ന് പോറ്റി കളങ്കിതനാണെന്ന് ബോധ്യമില്ലായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അനാവശ്യമായ ഒരു ബന്ധവുമില്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ വിശദീകരിച്ചു. സഭയിൽ പ്രതിപക്ഷം പാടിയ പാരടി ഗാനത്തിന് മന്ത്രി വി ശിവൻകുട്ടി അതേ നാണയത്തിൽ മറുപടി നൽകി. സ്വർണം കട്ടത് ആരപ്പ, അത് കോൺഗ്രസ് ആണ് അയ്യപ്പ എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി ചോദ്യം ചെയ്യണമെന്നും പോറ്റിയുമായി സോണിയയ്ക്കുള്ള ബന്ധം വിശദീകരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. സ്വർണം കട്ടത് ആരപ്പ, കോൺഗ്രസ് ആണ് അയ്യപ്പ. സ്വർണം കട്ടത് ആരാണ്? കോൺഗ്രസ് ആണ് അയ്യപ്പ. ആരപ്പ കോൺഗ്രസാണ് അയ്യപ്പ. സാർ ഇവിടെ ഗുണം മുഴുവൻ സ്വർണം കെട്ടത് ആരാണെന്നല്ലോ സാർ. സോണിയാഗാന്ധിയെ സംബന്ധിച്ചിട്ടൊന്നും മിണ്ടുന്നില്ലല്ലോ അവര്. സോണിയാഗാന്ധിയെ 2 പ്രാവശ്യം സ്വർണം കെട്ടവർ കാണാൻ പോയതിനെ പറ്റിയൊന്നും മിണ്ടുന്നില്ലല്ലോ സാർ. സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീടുണ്ട് സാർ. സോണിയാഗാന്ധിയെ പറ്റി പറ. സോണിയാഗാന്ധിയുടെ വീട്ടിൽ 2 പ്രാവശ്യം പോയില്ലേ? അവിടെ കയ്യിൽ കെട്ടിക്കൊടുത്തില്ലേ സ്വർണം? ആ സ്വർണം എവിടുത്തെ സ്വർണം? കോൺഗ്രസ് നേതാക്കളെ പറ്റി പറ. ഇപ്പോഴത്തെ SNDP നേതൃത്വം ജാതി മത ചിന്തയിലേക്ക് കേരളത്തെ തിരിച്ചു കൊണ്ടുപോകരുതെന്ന് KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള മഹാരഥന്മാർ നയിച്ച പ്രസ്ഥാനമാണത്. ജാതി മത ചിന്തകളുടെ പേരിൽ കേരളം ഒരുപാട് വില കൊടുത്തിട്ടുണ്ട്. NSS നേതൃത്വവും ഇക്കാര്യം ഓർക്കണം. മഹത്തായ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് NSS. മന്നത്ത് പത്മനാഭൻ ഉത്തമനായ കോൺഗ്രസ് നേതാവായിരുന്നു. നവോത്ഥാനം ഉണ്ടാക്കിയ NSSും ജാതി മത ചിന്തകളിലേക്ക് തിരിച്ചു പോകരുതെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് നമുക്കെല്ലാം തന്നെ അറിയാം. SNDPയുടെ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. കുമാരനാശാനായിരുന്നു ജനറൽ സെക്രട്ടറി. ഒരു വലിയ മഹത്തായ സംഘടനയാണ് ആ സംഘടന. ഇപ്പോൾ SNDPയുടെ നിലപാടിനെ കുറിച്ചൊക്കെ തന്നെ ഞാനൊന്നും അഭിപ്രായം പറഞ്ഞില്ല. ഏതായാലും ഒരു ജാതിമത ചിന്തയിലേക്കും മതസ്പർദ്ധയിലേക്കൊക്കെ തന്നെ കേരളത്തെ തിരിച്ചു കൊണ്ടുപോകരുത്. എനിക്കത് മാത്രമേ പുതിയ നേതൃത്വത്തോട് പറയാനുള്ളൂ. കാരണം അതിനു വേണ്ടിയിട്ട് ഒരുപാട് വില കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് എനിക്ക് NSSനോടും പറയാനുള്ളത്. സാക്ഷാൽ മന്നത്ത് പത്മനാഭൻ അദ്ദേഹം വന്ന് വൈക്കം സത്യാഗ്രഹത്തിൽ വഹിച്ച പങ്കൊക്കെ തന്നെ കൃത്യമായിട്ടറിയാം. അങ്ങനെയുള്ള മഹത്തായ പാരമ്പര്യമുള്ള സംഘടനകളാണ് ഈ സംഘടനകളൊക്കെ തന്നെ. ഈ രാജ്യത്ത് നവോത്ഥാനമുണ്ടാക്കിയ പ്രസ്ഥാനങ്ങളല്ലേ. ആ നവോത്ഥാന പ്രസ്ഥാനം ജാതി ഇന്ത്യയിലേക്ക് തിരിച്ചു പോവുക, സാമുദായിക സ്പർദ്ധ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവരുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ
തികച്ചും ദൗർഭാഗ്യകരമാണ്. മൂന്നാം ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജാമ്യ ഹർജിയിൽ വിധി ശനിയാഴ്ച. വാദം കേട്ട പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി വിധി പറയുന്നതിനായി ശനിയാഴ്ചത്തേക്ക് മാറ്റി. മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചു. ആദ്യ കേസിലെ പരാതിക്കാരി ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം സമർപ്പിച്ച സത്യവാങ്മൂലം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ സിൽവർ ലൈൻ പദ്ധതിക്ക് ബദലായ അതിവേഗ റെയിൽപാത പദ്ധതി നാളെ പ്രഖ്യാപിച്ചേക്കും. പ്രധാനമന്ത്രിയുടെ നാളത്തെ തിരുവനന്തപുരം സന്ദർശനത്തിലായിരിക്കും പ്രഖ്യാപനമുണ്ടാവുക. അതിവേഗ റെയിൽപാതയ്ക്ക് DPR അഥവാ വിശദ പദ്ധതി രേഖ തയ്യാറാക്കാൻ റെയിൽവേ മന്ത്രാലയം ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനെ ചുമതലപ്പെടുത്തി. DMRC മുൻ മുഖ്യ ഉപദേഷ്ടാവ് E. ശ്രീധരന്റെ നേതൃത്വത്തിലായിരിക്കും DPR തയ്യാറാക്കുക. 9 മാസത്തിനകം DPR പൂർത്തിയാക്കാനാണ് നിലവിൽ ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 430 കിലോമീറ്റർ നീളത്തിൽ മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗം ഉറപ്പാക്കാൻ കഴിയുന്ന തരത്തിൽ അതിവേഗ പാത നിർമ്മിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. തിരുവനന്തപുരം കിളിമാനൂരിൽ വാഹനാപകടത്തിൽ ദമ്പതികൾ മരിച്ച സംഭവത്തിൽ മുഖ്യപ്രതി വിഷ്ണുവിന്റെ സുഹൃത്തായ ആദർശ് അറസ്റ്റിൽ. വിഷ്ണുവിനെ രക്ഷപ്പെടാനും ഒളിവിൽ പോകാൻ സഹായിച്ചതും ഫോൺ സിം കാർഡ് എടുത്തു നൽകിയതും ആദർശാണെന്ന് കിളിമാനൂർ പോലീസ് പറഞ്ഞു. അതേസമയം മുഖ്യപ്രതിയായ വിഷ്ണുവിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. വിഷ്ണുവിനായുള്ള തെരച്ചിൽ ഊർജിതമാക്കി. വിഷ്ണുവിനെ കണ്ടെത്താൻ തമിഴ്നാട്ടിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. കഴിഞ്ഞ 3-നാണ് സംസ്ഥാന പാതയിലുണ്ടായ അപകടത്തിൽ കിളിമാനൂർ സ്വദേശികളായ രജിത്തും അംബികയും മരിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് പിന്നിൽ അമിത വേഗത്തിൽ വന്ന ഥാർ ജീപ്പ് ഇടിക്കുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ അംബിക 7-ാം തീയതിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് രജിത്തും മരിച്ചു. COA തൃശൂർ ചേലക്കര മേഖലാ കമ്മിറ്റി അംഗവും ചേലക്കരയിലെ കേബിൾ TV ഓപ്പറേറ്ററുമായ റിൻസൺ വർഗീസ് അന്തരിച്ചു. 48 വയസ്സായിരുന്നു. ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിതയ്ക്ക് വേണ്ടി സഹോദരൻ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. ഇമെയിൽ വഴിയാണ് പരാതി നൽകിയത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ് യാത്രയ്ക്കിടെ ഒരാൾ ശല്യം ചെയ്തെന്നാണ് പരാതി. ഷിംജിതയുടെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് പരാതി നൽകിയത്. വീഡിയോ ചിത്രീകരിച്ചതിൽ മനംനൊന്താണ് ദീപക് ജീവനൊടുക്കിയതെന്നായിരുന്നു റിമാൻഡ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ബസ്സിലെ CCTV ദൃശ്യങ്ങളിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഷിംജിതയുടെ ഫോണിൽ നിന്ന് വീഡിയോ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മാനഹാനി ഉണ്ടായെന്ന് പറഞ്ഞെങ്കിലും ഷിംജിത പോലീസിൽ പരാതി നൽകിയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഷിംജിതയുടെ ജാമ്യാപേക്ഷ കുന്നമംഗലം കോടതി ശനിയാഴ്ച പരിഗണിക്കും. സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന വ്യക്തിഹത്യയും അപകീർത്തികരമായ പ്രചരണവും മറ്റൊരാളുടെ ജീവൻ എടുക്കുമ്പോൾ അത്തരം പോസ്റ്റുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് പരിശോധിക്കുകയാണ് കേരള വിഷൻ ന്യൂസ്. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി U. ദീപകിന്റെ ജീവനെടുത്ത സമൂഹ മാധ്യമ പോസ്റ്റ് സോഷ്യൽ മീഡിയ റീലുകൾ ജീവൻ കൊലക്കത്തികളാക്കുകയാണോ എന്നുകൂടി പരിശോധിക്കുകയാണ് ഇവിടെ. കോഴിക്കോട് മിഠായി തെരുവിൽ നിന്നും കേരള വിഷൻ ന്യൂസ് പ്രതിനിധി റിയാസ് KMR തയ്യാറാക്കിയ ബോക്സ് പോപ്പ് കാണാം. അല്ല, സിമ്പിളാടാ, ഒന്നുമില്ല. അതെ, നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുണ്ട്. ഇത് കാരണം ഇപ്പോൾ ശരിയായി നടക്കുന്നത് പോലും നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ തന്നെ. ഞങ്ങൾ വേറൊരാൾ ഓപ്പോസിറ്റിന് പെണ്ണുണ്ട്, ഒരു ചെങ്ങായി അടിച്ചിട്ട് പോയി. സമൂഹ മാധ്യമങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനം ഏറെ വലുതാണ്. അങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊരു പദം പോലും ഉണ്ടായത്. ഈ സമൂഹ മാധ്യമങ്ങൾ ഗുണം ചെയ്തു എന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ദോഷങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഈ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന റീലുകൾ അല്ലെങ്കിൽ വീഡിയോകൾ അത് മറ്റൊരാളെ അപകീർത്തിപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. പ്രത്യേകിച്ച് കോഴിക്കോട് U. ദീപക് എന്ന് പറയുന്ന യുവാവ് ജീവനൊടുക്കിയ പശ്ചാത്തലത്തിൽ ആ കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഷിംജിത മുസ്തഫ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങളോട് ചോദിക്കുകയാണ്,
സോഷ്യൽ മീഡിയയിലെ റീലുകളെ അപകീർത്തിപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് ശരിയാണോ? റീലുകൾ അങ്ങനെയുള്ള ഒരു കൊലപാതകത്തിന് വഴിയൊരുക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതേക്കുറിച്ച് പൊതുജനങ്ങളുടെ മറുപടി എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറില്ലേ? ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചിലപ്പോൾ നമുക്കൊരു അനുഭവം ഉണ്ടായി അല്ലെങ്കിൽ ഒരു ദുരനുഭവം ഉണ്ടായി അങ്ങനെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരാളെ അപകീർത്തിപ്പെടുത്താൻ അത് ഉപയോഗിക്കുന്നത് ശരിയാണ്? അത് തെറ്റാണ്. ഒരിക്കലും യോജിക്കുന്നില്ല. അങ്ങനെ ഒരു കാര്യത്തിനോട് എന്തെങ്കിലും വ്യക്തമായിട്ടൊരു കാരണം ഉണ്ടെങ്കിലോ തെളിവുണ്ടെങ്കിലോ നമുക്കത് കറക്റ്റാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം അത് പോസ്റ്റ് ചെയ്യുക. അല്ലാണ്ട് ബാക്കിയുള്ളത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരാളെ ജീവിതം തകർക്കുന്ന പോലെ ചെയ്യുന്നത് ഒരിക്കലും യോജിക്കുന്നില്ല. ഇല്ല. ഈ ഒരാളെ വിമർശിക്കുന്ന പോസ്റ്റുകൾക്കൊക്കെ നമ്മൾ ലൈക്ക് അടിക്കാറുണ്ട്? ഇല്ല, അത് കാര്യം പൊതു ഒരു കണ്ണിലൂടെ മാത്രം നോക്കുമ്പോഴായിരിക്കും ഒരു തെറ്റ്. മറ്റേ മറുഭാഗത്തുള്ള ആളെ കാര്യം നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പോൾ രണ്ട് ഭാഗം നോക്കിയിട്ടല്ലേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചിലപ്പം ഓരോ ആളുകളെ കുറ്റപ്പെടുത്തിയിട്ടൊക്കെയുള്ള പോസ്റ്റുകൾ കാണാറില്ലേ? അത് നല്ലതാണോ ശരിയാണോ എങ്ങനെയാണ്? ശരിയല്ല. ഒരാളെ വിമർശിച്ചിട്ടുള്ള പോസ്റ്റുകൾക്കൊക്കെ ലൈക്ക് അടിക്കാറുണ്ടോ? ഇല്ല, അങ്ങനെ അടിക്കില്ല. അത് പൂർണ്ണമായും നിരാകരിക്കണ്ട. ഈ ദീപകിൻ്റെ ജീവനൊടുക്കിയ സംഭവത്തൊക്കെ എങ്ങനെയാണ്? അത് ഞാനെന്ത് പറയാനാ, ഓല് ചെയ്ത തെറ്റ് തന്നെ. ഞാനൊന്നും ചെയ്യാതായിരുന്നു. ലേഡി വളരെ മോശമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത സമ്പത്തിയാണ് ചെയ്തത്. ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനത്. ഇപ്പം നമ്മളായാലും ഈ ചില സമയത്ത് ചില ആളുകൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വിമർശിച്ചിടാറുണ്ടോ, പോസ്റ്റ് ഇടാറുണ്ടോ? വിമർശിക്കുന്നത് ഓരോരോ വ്യക്തിഗത താല്പര്യം മാത്രമോ, അതിപ്പോൾ ഓരോ അപകീർത്തിയാവരുത്. അത്രയൊന്നും ദുരനുഭവം ഉണ്ടായാൽ പോസ്റ്റ് ചെയ്യുക, അതല്ലാതെ വെറുതെ ഒരാളെ ഇതാക്കി പറയാൻ പാടില്ല എന്നെൻ്റെ അഭിപ്രായം. അന്നത്തെ ആ പ്രശ്നത്തിൻ്റെ നമുക്കെന്തേ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പോലീസിൽ പരാതിപ്പെടും, അങ്ങനെയൊക്കെ ചെയ്യുക. അല്ലാതെ എന്താ ഒന്നും അറിയാതെ ഒരാളെ നിയമപരം നീങ്ങാൻ വേണ്ടത് എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. അല്ലാതെ ഒരാളെ പേഴ്സണലായിട്ട് അവരെ ഇതാക്കി ഫുള്ള് അങ്ങനെ ചെയ്യരുതെന്ന് എൻ്റെ അഭിപ്രായം. അത്തരം ഒരു അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ ആ വീഡിയോ എടുത്ത് പോലീസിന് കൊടുക്കാമായിരുന്നു. അതെ, അങ്ങനെ ചെയ്യാമായിരുന്നു. എന്നാൽ അയാൾക്കെന്ന് വെച്ചാൽ അയാൾ തെറ്റും ചെയ്തില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അയാൾക്ക് അതുകൊണ്ട് ആ ജീവനും നഷ്ടം. പൊതുവെ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നത്. നമ്മളുടെ അടുത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെയാണല്ലോ, നമുക്ക് പ്രതികരിക്കാമല്ലേ, പറയാം, ഒക്കെ ചെയ്യാമല്ലോ. ഞാനാണെങ്കിൽ അങ്ങനെ തന്നെ ആരടുത്ത് പറയൂ, ഒക്കെ ചെയ്യും. ഓക്കെ. സത്യത്തിൽ എന്താ വെച്ചാൽ അതിന് വിഷ്വൽ അത് കറക്റ്റായിട്ട് കിട്ടിയില്ല. അതുമായിട്ട് പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത് സാർ. അപ്പോൾ അത് കാരണം അപ്പോൾ നമുക്കൊന്ന് സ്ഥിരീകരിക്കാൻ പറ്റൂല അത്. അപ്പം അതിന് തെളിവുണ്ടോയെന്ന് അറിയില്ല. ഇപ്പം കൃത്യമായിട്ട് പറയാൻ പറ്റില്ല സാർ. അത് തെളിവ് കണ്ടെത്തട്ടെ. തെളിവ് ചെറിയൊരു വിഷ്വൽ മാത്രമല്ലേ കാണുന്നുള്ളൂ ബസ്സിന്ന്. ഇനി തിരക്ക് കാരണവും എന്തെങ്കിലും സംഭവിച്ചോണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല സാർ. അതാണ്. ഓക്കെ. ചിലപ്പോൾ മുമ്പക്ക് കൂടെ കുറ്റം തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലൈക്ക് അടിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഈ അത്തരം കുറ്റങ്ങൾ ചിലപ്പം മറ്റൊരാളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലാകുമ്പോൾ അത്തരം പോസ്റ്റുകൾ ഒഴിവാക്കപ്പെടേണ്ടതല്ലേ? സ്വാഭാവികമായിട്ടും ആണ്. ഈ ദീപക് എന്ന് പറഞ്ഞൊരു യുവാവ് ആത്മഹത്യപ്പെടാനുണ്ടായ ഒരു കാരണം, ജീവനൊടുക്കാണ്ടായ കാരണം, ആ ഒരു സംഭവത്തെ എങ്ങനെയാണ്? സംഭവം എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള ഒരു റിയാക്ഷൻ്റെ പുറത്ത് കുറേ കമൻസൊക്കെ വന്നിട്ട് അദ്ദേഹത്തിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അയാൾ പെട്ടെന്ന് അങ്ങനെ ചെയ്താണ്. തെറ്റാണ് അങ്ങനെ ഒരു കാര്യം ആ കുട്ടീൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവർ ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിൻ്റെ മുമ്പേ അവിടെ നിന്നൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ ഒന്ന് ഈ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ആ ബസ്സിൽ നിന്ന് തന്നെ സോൾവ് ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ്. അത് അവരുടെ നീങ്ങനെ തീർച്ചയായിട്ടും. ഇനി അത് കഴിഞ്ഞിട്ടായാലും അവർ ആ ക്ലിപ്പ് എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ട വനിതാ കമ്മീഷനോ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇതുണ്ടല്ലോ, വകുപ്പുകളുണ്ടല്ലോ, അതായിട്ട് മുന്നോട്ട് പോകണമായിരുന്നു. അല്ലാതെ ഇങ്ങനെ ചെയ്ത് തീർത്തും ശരിയായ നിലപാടല്ല. അങ്ങനെ ഒരു വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവരെ കയ്യിൽ നിന്ന് അങ്ങനെ മിസ്റ്റേക്ക് വന്നിട്ടും ഇല്ല എന്നാണ് മനസ്സിലാവുന്നത്. ഇനി അഥവാ അത്തരം ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് പകരം നിയമ നടപടിയാണ്. ലീഗലായിട്ട് പോകുന്നതാണ് നല്ലത്. വല്ലാണ്ട് വീഡിയോ ഇറക്കി ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിലും നല്ലത് ലീഗലായിട്ട് നമ്മൾ പോകുന്നു. ഇത് കാരണം ഇപ്പോൾ ശരിയായി നടക്കുന്നത് പോലും നമുക്ക് പുറത്ത് നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ തന്നെ. ഞങ്ങൾ വേറൊരാൾ ഓപ്പോസിറ്റിന് പെണ്ണുണ്ട്. ഒരു ചെങ്ങായി അടിച്ചിട്ട് പോയി, നല്ല പെയിനായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആളോട് പ്രതികരിക്കാൻ പറ്റാത്ത ഉണ്ടായതുകൊണ്ട് നമുക്ക് സ്ത്രീകൾക്ക് പ്രതികരിക്കേണ്ട യഥാർത്ഥ ഇരകളുടെ സത്യാവസ്ഥ അത് പുറത്ത് പറയാൻ പറ്റാണ്. അതിൻ്റെ ഒരു ഇതും കൂടി ഇതിപ്പോൾ പറഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്നുപെട്ടത്. ഓരോ ചെയ്തേക്കുന്നത് നമ്മളിതിൽ പെണ്ണുങ്ങൾ തന്നെ ചെയ്ത് വെക്കുന്നതാണ്. ഒരു പെണ്ണിൻ്റെ ശത്രു മെയിൻ പെണ്ണ് തന്നെയാണ്. അങ്ങനെ തന്നെ പറയണത്. പക്ഷെ തെറ്റ് ചെയ്യാത്ത ആണുങ്ങളുണ്ടാവും. തെറ്റ് ചെയ്യുന്ന ആണുങ്ങൾക്ക് കൂടി ഇതൊരു ഇതായിട്ട് പോകുന്നതാണ്. എല്ലാവരും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇതിനെ കാണുന്നത്
ആ സ്ത്രീ അങ്ങനെ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് റീച്ചിന് വേണ്ടി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. അത് മാത്രം ചെയ്യുന്നതായിരിക്കുമല്ലോ. നമുക്ക് അത് മാത്രമല്ലോ നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണാനുള്ള പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം. അല്ലാണ്ട് പിന്നെ എങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് ബാക്കിയുള്ളവരെ അത് ആവശ്യമുള്ള ആൾക്കാർക്കും കൂടി ബുദ്ധിമുട്ടിലേക്കാണ് വരുന്നത്. തീർച്ചയായും ഇവർ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ഒരു ശരി എന്ന് പറയുന്നത്. ഈ സോഷ്യൽ മീഡിയയിലെ വീഡിയോസോ അല്ലെങ്കിൽ ഇതോ ഷൂട്ട് ചെയ്യുന്നത് മറ്റൊരാളെ അപകീർത്തിപ്പെടുത്തുന്നതാവരുതോ, മറ്റൊന്ന് റീച്ചിന് വേണ്ടിയുള്ളതാവരുത്. മറിച്ച് യഥാർത്ഥ വസ്തുതകളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൃത്യമായി തന്നെ പോസ്റ്റ് ചെയ്യാം. അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ തന്നെ പ്രതികരിക്കുക, കൂടാതെ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അല്ലാതെ മറ്റുള്ളവരെ പൊതുമധ്യത്തിൽ അപകീർത്തിപ്പെടുത്തി ജീവനെടുക്കുന്ന പ്രവണത നമ്മുടെ സോഷ്യൽ മീഡിയ റീൽസുകൾക്കും വീഡിയോകൾക്കും ഇല്ലാതിരിക്കട്ടെ. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. മൈ ചോയ്സ്, നാലാൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ദ്വീപ ഗ്രീൻ പവർ എക്സ്പോ 2026 പങ്കെടുക്കൂ. സോളാർ ഊർജ്ജ മേഖലകളിലെ പുതിയ മാറ്റങ്ങളും സാങ്കേതിക വിദ്യകളും പരിചയപ്പെടൂ. PM സൂര്യാഘർ യോജനയെ സമഗ്രമായി അറിയൂ. 200-ലേറെ തൊഴിലവസരങ്ങൾ, 250-ലേറെ പ്രദർശകർ, മാനുഫാക്ചേഴ്സിനെ മുഖാമുഖം പരിചയപ്പെടാം. ജനുവരി 22 മുതൽ 24 വരെ അങ്കമാലിയിലെ ആറ്റ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ. അഡ്മിഷൻ ഫ്രീ. ഗോ ഗ്രീൻ, സേവ് ബിഗ്. ചേച്ചി, ഹൈടെക് വീടിന് ഹൈടെക് TV. ഹ്യൂറിക്സോ? അയ്യോ വേണ്ടായിരുന്നു. എന്റെ വക ഒരു ഉഗ്രൻ ഹ്യൂറിക്സ് ഗൂഗിൾ TV. 4 വർഷം വാറണ്ടി അതിന്. വേണ്ടായിരുന്നു. രവി ചേച്ചി ഹായ്. ചേച്ചിയെ പോലെ തന്നെ അൾട്രാ സ്മാർട്ടാ ഹ്യൂറിക്സ് ഗൂഗിൾ TV. ഫ്രീ ആയിട്ട് സ്പീക്കറും ഉണ്ട്. വേണ്ടായിരുന്നു. ഇത്രമാത്രം ഫീച്ചേഴ്സ് ഉള്ള TV ആയിരുന്നു ഹ്യൂറിക്സ്. എന്നാ എനിക്കും വേണം ഒരെണ്ണം. സിമ്പിൾ അല്ലേ? cjsmart.tv വഴി വാങ്ങാം, അല്ലെങ്കിൽ CJ സ്മാർട്ട് ഷോപ്പിൽ നിന്നും വാങ്ങാം. ഹ്യൂറിക്സ് ഗൂഗിൾ TV by CJ Smart. പ്രകൃതി നമുക്കായി കരുതി വച്ചിരിക്കുന്നു അത്യപൂർവ ഔഷധങ്ങൾ. അവ ശ്രദ്ധാപൂർവം ശേഖരിച്ച് 450-ലേറെ ആധികാരിക ആയുർവേദ ഔഷധങ്ങളാക്കി മാറ്റുന്നു ഔഷധി. രാജ്യമൊട്ടാകെ സാന്നിധ്യം. ഔഷധി ഔഷധമാണ്, അത്ഭുതമല്ല. ഒരു കേരള സർക്കാർ സ്ഥാപനം. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ജയിക്കുകയാണെങ്കിൽ എല്ലാ അമ്മപെങ്ങന്മാർക്കും 100 പവൻ സ്വർണം സൗജന്യമായി നൽകുന്നതായി ഉറക്കെ പ്രഖ്യാപിക്കുന്നു. കൂടാതെ യുവാക്കൾക്ക് സൗജന്യ പട്ടായിട്ട്. ഏത് തള്ളും താങ്ങും സെൽസർ സെപ്റ്റിക് ടാങ്ക്. പൊട്ടാത്ത, നിറയാത്ത, ചോരാത്ത സെപ്റ്റിക് ടാങ്ക്. കാലം മാറും, ഡിസൈൻ മാറും, പക്ഷെ സ്വർണത്തിനോടുള്ള പ്രണയം എന്നും ഒരുപോലെ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം തൃശൂർ വടക്കുംനാഥന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. BAS ഹോൾമാർക്ക് സ്വർണം, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ സ്റ്റൈലിഷ് ഡിസൈനിലും ട്രഡീഷണൽ ഡിസൈൻസിലും. മാത്രമല്ല, ഡയമണ്ട്സുകൾക്കായി TPRന്റെ സ്വന്തം ബ്രാൻഡായ TPR വജ്രയിലൂടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കാം. നിങ്ങളുടെ ഓരോ ഓർമ്മകളും സ്വർണം പോലെ തിളങ്ങട്ടെ. പൊന്നിൽ തീർത്ത പരിശുദ്ധി. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. അതിലേക്കാണ് കണ്ണൂർ തായ്യലിൽ 1.5 വയസ്സുകാരനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശരണ്യയ്ക്ക് ജീവപര്യന്തം. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. 1 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. 2020 ഫെബ്രുവരിയിലാണ് ശരണ്യ കുഞ്ഞിനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയത്. വിവരങ്ങൾ വിനയരാജ് നൽകും. കണ്ണൂരിൽ 1.5 വയസ്സുള്ള കുഞ്ഞിനെ കടൽ ഭിത്തിയിൽ ഇടിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. കേസിലെ 1-ാം പ്രതിയും കുട്ടിയുടെ അമ്മയുമായിട്ടുള്ള ശരണ്യയ്ക്ക് ജീവപര്യന്തം തടവും കൂടാതെ 1 ലക്ഷം രൂപ പിഴയുമാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ ആൺസുഹൃത്തിനൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് താൻ ഈ 1.5 വയസ്സുള്ള കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നാണ് ശരണ്യ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത്. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇപ്പോൾ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. 2-ാം പ്രതിയും ശരണ്യയുടെ
ആൺ സുഹൃത്തുമായിട്ടുള്ള നിതിനെ നേരത്തെ തന്നെ കോടതി വെറുതെ വിടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഇതിൽ ഈ ഗൂഢാലോചന കണ്ടെത്താൻ അല്ലെങ്കിൽ ഗൂഢാലോചന തെളിയിക്കാൻ സാധിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു രണ്ടാം പ്രതിയെ കോടതി വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നത്. 2020 ഫെബ്രുവരിയിലാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നത്. ഈ ആൺ സുഹൃത്തിനൊപ്പം ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഈ ശരണ്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശരണ്യ തന്റെ സ്വന്തം കുഞ്ഞിനെ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കുട്ടിയെ കാണാനില്ല എന്ന തരത്തിൽ പോലീസിൽ പരാതി നൽകുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നു. അത്തരത്തിൽ അന്വേഷണത്തിലാണ് വീട്ടിൽ നിന്നും 50 മീറ്റർ മാത്രം അകലെ കടൽ തീരത്ത് പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യം ഈ കൊലപാതകം നടത്തിയത് അല്ലെങ്കിൽ തന്റെ കുഞ്ഞിനെ അപായപ്പെടുത്തിയത് അച്ഛനാണ് എന്ന രീതിയിലെല്ലാം തന്നെ ശരണ്യ പറയുന്നു. കുട്ടിയുടെ അച്ഛനാണ് എന്ന രീതിയിലെല്ലാം തന്നെ ശരണ്യ പറയുന്നു. പിന്നീട് അത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമായിരുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്നും നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നാലെയാണ് ഈ ഒരു അന്വേഷണം ശരണ്യയിലേക്ക് എത്തുന്നത്. പിന്നീട് ശരണ്യയെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു. ഈ അന്വേഷണത്തിലാണ് തന്റെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്, 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് താൻ തന്നെയാണെന്ന് ശരണ്യ കുറ്റം സമ്മതിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം കോടതി ഈ കേസ് പരിഗണിക്കുകയും ശരണ്യ തന്നെയാണ് കുറ്റക്കാരി എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇന്ന് വിധി പറയുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. 2020 നടന്ന സംഭവം 6 വർഷത്തിനു ശേഷം ഇപ്പോൾ വിധി വന്നിരിക്കുന്നു. ശരണ്യ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തുക മാത്രമല്ല ശരണ്യയ്ക്ക് ജീവപര്യന്തം തടവും കൂടാതെ 1 ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത്. മാധ്യമപ്രവർത്തകൻ നവാസ് മേത്ത രചിച്ച കേരള വിഷൻ പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ ആ കാറും 7 മരണവും എന്ന പുസ്തകത്തിന്റെ മാഹി മേഖലയിലെ വിതരണോദ്ഘാടനം നടന്നു. മാഹിയിലെ 100 പൊതുസ്ഥാപനങ്ങളിലേക്കുള്ള പുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനം മാഹിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പോണ്ടിച്ചേരി മുൻ ആഭ്യന്തര ടൂറിസം വകുപ്പ് മന്ത്രി ഇ വത്സരാജൻ നിർവഹിച്ചു. മാഹി MLA രമേശ് പറമ്പത്ത് പുസ്തകം ഏറ്റുവാങ്ങി. എക്സൽ പബ്ലിക് സ്കൂളിലേക്കുള്ള പുസ്തകം സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റി പി രവീന്ദ്രൻ രമേശ് പറമ്പത്ത് MLAയിൽ നിന്നും ഏറ്റുവാങ്ങി. മാഹി പ്രസ് ഫോറത്തിലേക്കുള്ള പുസ്തകം കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രജീഷ് ചാണ്ടിയിൽ നിന്നും മാധ്യമപ്രവർത്തകനായ ജയന്ത ഏറ്റുവാങ്ങി. മലബാർ വിഷൻ MD പറായി മനോഹരൻ, CO മേഖലാ പ്രസിഡന്റ് ഷാജി കോറോത്ത, കണ്ണൂർ വിഷൻ ഡയറക്ടർ MK ഹരികൃഷ്ണൻ, ഗ്രന്ഥകാരൻ നവാസ് മേത്തർ എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു. പുസ്തക പ്രസാധക രംഗത്തേക്ക് കടന്നിട്ട് കേവലം 6 മാസങ്ങളായിട്ടുള്ളൂ. ഈ 6 മാസത്തിനുള്ളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം 3 പുസ്തകങ്ങൾ നമുക്ക് പ്രകാശനം ചെയ്യാൻ സാധിച്ചു. വെറുമൊരു പ്രകാശനം മാത്രമല്ല, ആ പുസ്തകങ്ങൾ വലിയ രീതിയിൽ വിൽപ്പന നടത്താൻ ഒന്നാമത്തെ പുസ്തകമൊക്കെ ഇറങ്ങിയിട്ട് ആ ദിവസം തന്നെ മുഴുവൻ കോപ്പികളും വിറ്റുപോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 3ാമത്തെ പുസ്തകം നവാസ് മേത്തർ, നേരത്തെ പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും വായിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ പുസ്തകം നമ്മൾ ഇപ്പോൾ പ്രകാശനം ചെയ്യുകയുണ്ടായി. അത് ആ കാർ 7 മരണവും എന്നുള്ള പുസ്തകമാണ്. ആ പുസ്തകം കഴിഞ്ഞ നിയമസഭ പുസ്തകോത്സവം, അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ചിട്ട് നമ്മൾ പ്രകാശനം നടത്തി നമ്മുടെ സ്പീക്കർ. അപ്പോൾ അതിൻ്റെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യത്തെ 100 കോപ്പി ആ വേദിയിൽ വെച്ച് തന്നെ ശ്രീ മന്ത്രി വത്സരാജൻ സാറിൻ്റെ പേരിൽ തന്നെ നമുക്ക് അവിടെ അതിൻ്റെ ഫസ്റ്റ് കോപ്പി വിതരണം ചെയ്യാൻ സാധിച്ചു. പത്തനംതിട്ട മഞ്ഞിനിക്കര ദയറായിൽ പരിശുദ്ധ ഏലിയാസ് തൃതീയൻ ബാവായുടെ 94ാമത് ദുഃഖ്രോനോ പെരുന്നാൾ ഫെബ്രുവരി 8 മുതൽ 14 വരെ നടക്കും. പെരുന്നാളിൽ മലങ്കര മെത്രാപ്പൊലിത്ത ആബൂൻ മോർ ബസലിയോസ് ജോസഫ് ബാവായും പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവായുടെ പ്രത്യേക ശ്ലൈഹിക പ്രതിനിധിയും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ദയറായുടെ തലവനും ദക്ഷിണ മേഖലാ സിംഹാസന പള്ളികളുടെ മെത്രാപ്പൊലിത്തായും പെരുന്നാൾ കമ്മിറ്റിയുടെ ചെയർമാനുമായ മോർ അഥാനിയോസിസ് ഗീവർഗീസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണിത്. വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ കമാൻഡർ TU കുരുവിള, കൺവീനർ ജേക്കബ് തോമസ് കൊറപ്പിസ്കോപ്പ മാടപ്പാട്ട്, മീഡിയ പബ്ലിസിറ്റി കൺവീനർ ബിനു വാടമുട്ടം, ഫാദർ ബെൻസി മാത്യു, ഫാദർ എബി സ്റ്റീഫൻ, ഫാദർ അഖിൽ മഞ്ഞിനിക്കര, KT വർഗീസ് എന്നിവരും പങ്കെടുത്തു. ദേറ പള്ളിയിൽ 5:15 പ്രഭാത നമസ്കാരവും 5:45 വിശുദ്ധ 3 കുർബാന. ആ 3 കുർബാനയ്ക്ക് യാക്കോബായ സുറിയാനി സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നോസ് സെക്രട്ടറി അഭിമുഖൻ കോട്ടയം ഭദ്രാസന മെത്രാപ്പൊലീത്ത കൂടിയായ അഭിമന്യ തിമോത്തിയോസ് തോമസ് തിരുമനസ്സുകൊണ്ടാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. പൊതുസമ്മേളനത്തിൽ ശ്രേഷ്ഠ കാതോലിക്ക ആബൂൻ മോർ ബസേലിയോസ് ജോസഫ് ബാവ തിരുമനസ്സുകൊണ്ട് അധ്യക്ഷത വഹിക്കുന്നത്. നിർധനരായവർക്ക് അരിയും വസ്ത്രവും സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്ന ക്രമീകരണം അനുസരിച്ച് ഈ വർഷം 11-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് 6 മണിക്കാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്.
തൃശൂർ കുന്നംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന ആരോപണം. 5 ദിവസം മാത്രം പ്രായമായ കുഞ്ഞിന്റെ വിരൽ പാതി മുറിഞ്ഞുപോയി. കുന്നംകുളം മലങ്കര ആശുപത്രിയിലാണ് സംഭവം. പന്നിത്തടം സ്വദേശികളായ ജിത്തു ജിഷ്മ ദമ്പതികളുടെ പെൺകുഞ്ഞിന്റെ വലത് കൈയിലെ തള്ളവിരലാണ് അറ്റുപോയത്. ഈ മാസം 16-നാണ് ജിഷ്മ പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. ഇന്നലെ പുലർച്ചെ 5 മണിയോടെ കുഞ്ഞിന് ഇഞ്ചക്ഷൻ നൽകണമെന്ന് പറഞ്ഞ് നഴ്സുമാർ NICUവിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് 7 മണിയായിട്ടും കുഞ്ഞിനെ തിരിച്ചു നൽകാതായതോടെ ജിഷ്മ NICUവിൽ എത്തിയപ്പോഴാണ് കുഞ്ഞിന്റെ വലത് കൈയിലെ തള്ളവിരൽ നഖത്തിന് കീഴെ പൂർണ്ണമായും അറ്റുപോയ നിലയിൽ കണ്ടെത്തിയത്. പ്ലാസ്റ്റർ വെട്ടിയപ്പോൾ അറിയാതെ വിരൽ അറ്റുപോയതെന്ന് ആശുപത്രി അധികൃതർ വിശദീകരണം നൽകി. സംഭവത്തിൽ കുടുംബത്തിന്റെ പരാതിയിൽ കുന്നംകുളം പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. കുത്തിവെപ്പെടുക്കാൻ കൊണ്ടുപോയ കുഞ്ഞിന്റെ വിരൽ മുറിഞ്ഞത് ദുരൂഹമാണെന്നും എങ്ങനെയാണ് സംഭവിച്ചതെന്ന വ്യക്തമായ വിവരം തങ്ങൾക്ക് ലഭിക്കണമെന്നും മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു. അവരാദ്യം പറഞ്ഞത് കുഞ്ഞിന്റെ കയ്യിൽ ഇഞ്ചക്ഷൻ എടുക്കുന്നതിൻ്റെ ഒരു ബ്ലേഡ് കൊണ്ട് ഒരു കീറൽ വന്നിട്ടുണ്ട്, ചെറിയ മുറിവാന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങളായിട്ട് സജസ്റ്റ് ചെയ്തു, നിങ്ങൾ ഡോക്ടറെ വിളിക്കുക, പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് അവർ ഡോക്ടറെ വിളിക്കുകയും വരികയൊക്കെ ചെയ്തത്. ആ സമയത്ത് 2 അമ്മമാരേനും കുട്ടിയുടെ കൈ വിരൽ വെട്ടിയത് അവർ കാണിച്ചു കൊടുത്തു. എങ്ങനെ കാണിച്ചെന്ന് വെച്ചാൽ ഇവർ തല്ലുകൂടി കഴിഞ്ഞിട്ടാണ്, അത്രയും ഒച്ചിട്ട് കഴിഞ്ഞിട്ടാണ് അവർ പുറത്തേക്ക് കൊടുന്ന് കാണിച്ചത്. എന്നിട്ട് അവർ കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ അത് ഫുള്ള് ബാൻഡേജ് ഇട്ട് വെച്ചേക്കായിരുന്നു. എന്നിട്ട് തുറന്ന് കാണിച്ചപ്പോൾ കുട്ടിയുടെ ഇത്രയും നെയിലിന്റെ താഴെ വരെ ഫുള്ള് കട്ടായി, തം ഫുള്ള് കട്ടായി പോയിക്കിടന്നു. അത് കണ്ട് ഇവര് പേടിച്ചു. ഞാൻ അനുവാദം ചോദിക്കാണ്ട് ഞാൻ NICUവിനകത്തേക്ക് കയറിയ സമയത്ത് കുട്ടിക്ക് അവർ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. എന്താണെന്നറിയില്ല, സിറഞ്ച് വെച്ചിട്ട് കുട്ടിക്ക് ഫീഡ് ചെയ്യുന്നുണ്ട്, കുട്ടി ഷിവർ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് കുന്നോളം പോലീസ് സ്റ്റേഷനിൽ നമുക്ക് 3 ഓഫീസേഴ്സ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ നമ്മളടുത്ത് സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ അവരടുത്ത് പറഞ്ഞു ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയണം, സർജറി നടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരാം അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ പോയി. സർജറി കഴിഞ്ഞ് കുട്ടീനെ പോസ്റ്റ് ഓപ്പിക്ക് മാറ്റി, റൂമിലേക്ക് മാറ്റി. എന്നിട്ട് ഒരു തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ആക്ഷനും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. Aquila Finance, the legacy of trusted service since 1995. കഴിഞ്ഞ 30 വർഷങ്ങളായി Aquila Finance ഇവിടെ തന്നെയാണ് നമ്മളോടൊപ്പം കേരളത്തിൽ. Thanks to Maxivision Advanced Eye Care Surgeries, ആളുകൾ കണ്ണടകളോട് വിട പറയുകയാണ്. സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജി, എക്സ്പീരിയൻസ് ഡോക്ടേഴ്സ് ആൻഡ് വേൾഡ് ക്ലാസ് പേഷ്യന്റ് കെയർ. ഞങ്ങൾ നോക്കിക്കൊള്ളാം. മാഡം ഇത് മറന്നു വെച്ചു. വായിച്ചു നോക്കേ. ജീവിതത്തിലെ ചെറുനന്മകൾ ആഘോഷിക്കുവാൻ പ്രത്യേകം തിരഞ്ഞെടുത്ത ചേരുവകളാൽ തയ്യാറാക്കിയത് എലൈറ്റ് പ്ലം കേക്ക്. Make this a solar-powered Christmas with Elite Plum Cakes. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്യൂറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വറ്റ്, the ultimate dandruff solution. അനശ്വര നിമിഷങ്ങൾക്കായി അനശ്വര സൗന്ദര്യം. The moment a girl become a bride. Fulfill your wedding dreams with lightweight elegance. Anashura Jewelers, the queen of lightweights. Adu, Kochi and Kollam. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. ബാക്ക്പാക്കർ ധ്രുവല്ലത്. പോയി നോക്കാം. ഹായ് സർ, വി ആർ ബിഗ് ഫാൻ ഓഫ് യുവർ വ്ലോഗ്സ്. കേരളത്തെ പറ്റിയുള്ള പഴയ വീഡിയോസ് എല്ലാം നല്ല രസമാണ്. Oh, that's great to hear. Sit. Thank you sir. Thank you sir. What excites you to come here so many times? It's a place that pulls you back again and again. रुको, तुम्हें कुछ दिखाता हूँ. इन रास्तों को देखो, ये तो मुफ्त में रोलर कोस्टर राइड जैसा था, पर मंजिल कम से कम सफर के काबिल तो था. Yes, you asked what excites me to be in Kerala? This time something very specific amazed me. This time the journey was the destination. Smooth roads, happy rides. It feels like the entire state has become more connected, more accessible. It's not just a change, it's a transformation. That's the real story of Kerala.
It was lovely meeting you both. You, sir. വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം കിളിമാനൂരിൽ വാഹനാപകടത്തിൽ ദമ്പതികൾ മരിച്ച കേസിലെ അന്വേഷണത്തിൽ ഗുരുതര വീഴ്ചയെന്ന് കണ്ടെത്തൽ. കിളിമാനൂർ SHO അടക്കം 3 പേരെ സസ്പെൻഡ് ചെയ്തു. SHO B. ജയൻ, SI അരുൺ, CSI ഷജീം എന്നിവരെയാണ് ദക്ഷിണ മേഖല IG സസ്പെൻഡ് ചെയ്തത്. FIR രജിസ്റ്റർ ചെയ്യുന്നതിലും സാക്ഷിമൊഴിയെടുക്കം രേഖപ്പെടുത്തുന്നതിലും വീഴ്ച ഉണ്ടായെന്നും അപകടത്തിന്റെ ഗൗരവം തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടെന്നുമാണ് കണ്ടെത്തൽ. കഴിഞ്ഞ 3-ന് വൈകിട്ടോടെയായിരുന്നു ഇത്തരത്തിൽ സംസ്ഥാന പാതയിൽ അപകടത്തിൽ കിളിമാനൂർ സ്വദേശികളായ രഞ്ജിത്തും അതുപോലെ തന്നെ അംബികയും മരിക്കുന്നത്. ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് പിന്നിൽ അമിത വേഗത്തിൽ വന്ന താറ് ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെയാണ് ഇത്തരത്തിൽ 2 ദമ്പതികൾ മരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്ന കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. കിളിമാനൂർ SHO അടക്കം 3 പേരെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. SHO ആയ B. ജയൻ, അതുപോലെ തന്നെ SI അരുൺ, CSI ഷജീം എന്നിവരെയാണ് ദക്ഷിണ മേഖല IG സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. FIR രജിസ്റ്റർ ചെയ്യുന്നതിലും സാക്ഷിമൊഴിയടക്കം രേഖപ്പെടുത്തുന്നതിലും വീഴ്ചയുണ്ടായെന്നും അപകടത്തിന്റെ ഗൗരവം തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടെന്നുമാണ് കണ്ടെത്തൽ വന്നിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ എന്തായാലും ഈ സംഭവത്തിൽ ഈ ഒരു അപകടം നടന്നതിൽ അന്വേഷണം നടത്തിയതിൽ ഗുരുതര വീഴ്ചയുണ്ടായി എന്നൊരു കണ്ടെത്തൽ വന്നിരിക്കുന്നത്. ാമത് ഓസ്കാർ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശ പട്ടികയിൽ നിന്ന് ഹോം ബൗണ്ട് പുറത്തായി. മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ചിത്രത്തിനുള്ള മത്സര വിഭാഗത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായിരുന്നു ഹോം ബൗണ്ട്. വലിയ നിരൂപക പ്രശംസ പിടിച്ചുപറ്റിയ ചിത്രം അന്തിമ പട്ടികയിൽ നിന്നാണ് പുറത്തായത്. നീരജ് ഗയുവാൻ സംവിധാനം ചെയ്ത ചിത്രം വരാനിരിക്കുന്ന ഓസ്കാറിൽ അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ അർജന്റീന, ബ്രസീൽ, ഇറാഖ്, ജപ്പാൻ, ജോർദാൻ, നോർവേ, പലസ്തീൻ, ദക്ഷിണ കൊറിയ, സ്പെയിൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള എൻട്രികൾക്കൊപ്പം ഹോം ബൗണ്ടും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. 98ാമത് ഓസ്കാർ പുരസ്കാര പട്ടികയിൽ നിന്നാണ് ഇന്ത്യൻ ചിത്രം പുറത്തായിരിക്കുന്നത്. പുരസ്കാരങ്ങൾക്കുള്ള നാമനിർദ്ദേശ പട്ടികയിൽ നിന്നാണ് ഹോം ബൗണ്ട് എന്ന ചിത്രം പുറത്തായിരിക്കുന്നത്. മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ചിത്രത്തിലുള്ള മത്സര വിഭാഗത്തിലായിരുന്നു ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി ഹോം ബൗണ്ട് ഉണ്ടായിരുന്നത്. വലിയ നിരൂപക പ്രശംസ അടക്കം പിടിച്ചുപറ്റിയ ഒരു ചിത്രം തന്നെയായിരുന്നു ഇത്. അതിനാൽ തന്നെയാണ് അന്തിമ പട്ടികയിൽ നിന്ന് ഈ ചിത്രം പുറത്താകുന്നത്. നീരജ് ഗോയൻ സംവിധാനം ചെയ്ത ചിത്രമാണിത്. വരാനിരിക്കുന്ന ഓസ്കാറിൽ അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ അർജന്റീന, ബ്രസീൽ, ഇറാഖ്, ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള എൻട്രികൾ ൊപ്പമായിരുന്നു ഹോം ബൗണ്ടും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ചിത്ര ഔദ്യോഗിക അല്ലെങ്കിൽ നാമനിർദ്ദേശ പട്ടികയിൽ നിന്ന് പുറത്തായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അന്താരാഷ്ട്ര ഫീച്ചർ ചിത്രത്തിനുള്ള മത്സര വിഭാഗത്തിലായിരുന്നു ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി ഹോം ബൗണ്ട് ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ചിത്രം പുറത്താക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. നിരൂപക പ്രശംസ അടക്കം പിടിച്ചുപറ്റിയ ഒരു ചിത്രമായിരുന്നു. അന്തിമ പട്ടികയിൽ നിന്നാണ് ഇപ്പോൾ ഹോം ബൗണ്ട് പുറത്തായത്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ വാമനപുരം നദിയിൽ 2 കുട്ടികൾ മുങ്ങി മരിച്ചു. കല്ലൂർക്കോണം സ്വദേശികളായ നിഖിൽ, ഗോകുൽ എന്നിവരാണ് മരിച്ചത്. ഇരുവരും നദിയിൽ കുളിക്കാനിറങ്ങിയതാണ്. കുടവൂർക്കോണം സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് 2 പേരും. കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളാണ് ഇവർ മുങ്ങിയ വിവരം നാട്ടുകാരെ അറിയിച്ചത്. പാലക്കാട് കല്ലേക്കാട് +1 വിദ്യാർത്ഥിനിയെ സ്കൂൾ ഹോസ്റ്റലിൽ ജീവൻ ഒടുക്കിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി കുടുംബം. മകൾ ജീവൻ ഒടുക്കിയത് സീനിയർ വിദ്യാർത്ഥിനികളുടെ റാഗിംഗ് മൂലമെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. സീനിയർ വിദ്യാർത്ഥികൾ മകളെ മർദ്ദിക്കാൻ ശ്രമിച്ചെന്നും ഹോസ്റ്റൽ വാർഡൻ എല്ലാം അറിയാമെന്നും അച്ഛൻ പറയുന്നു. ഒറ്റപ്പാലം വരോട് സ്വദേശികളായ രാജേഷിന്റെയും ശ്രീജയുടെയും മകൾ രുദ്ര രാജേഷിനെ കഴിഞ്ഞ ദിവസമാണ് ജീവൻ ഒടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം ചൈൽഡ് ലൈനിനും പോലീസിലും പരാതി നൽകി. അതേസമയം കുടുംബത്തിന്റെ ആരോപണം പൂർണ്ണമായി നിഷേധിക്കുകയാണ് സ്കൂൾ അധികൃതർ. റാഗിങ്ങുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥിയോ കുടുംബമോ പരാതി നൽകിയിട്ടില്ലെന്നാണ് സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
കണ്ണൂർ കൂത്തുപറമ്പിൽ മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ ടാങ്കിൽ വീണ് 2 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. ജാർഖണ്ഡ് സ്വദേശി ബെനഡിക്റ്റിന്റെ മകൾ ആസ്മികയാണ് മരിച്ചത്. വലിയ വെളിച്ചം വ്യവസായ കേന്ദ്രത്തിലെ ലിവൻറ്റോ വെർജിൻ ഓയിൽ കമ്പനിയിലായിരുന്നു സംഭവം. കുട്ടിയുടെ മാതാപിതാക്കൾ പ്ലാന്റിൽ ജോലിക്ക് പോയ സമയത്താണ് അപകടമുണ്ടായത്. കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ ടാങ്കിലേക്ക് വീണ കുട്ടിയെ ഉടനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. എറണാകുളത്ത് തമിഴ്നാട്ടിലെ കാരക്കലിൽ നിന്നെത്തിയ എക്സ്പ്രസ് ട്രെയിനിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് സ്വദേശിയായ ഇസൈവാണി കുഞ്ഞിപ്പിള്ളിയാണ് മരിച്ചത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തിയ കാരക്കൽ എറണാകുളം എക്സ്പ്രസിലെ S4 കോച്ചിലാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോട്ടയം ഭാഗത്തേക്ക് പോകാനായി ട്രെയിനിൽ കയറിയ യാത്രക്കാരാണ് യുവതിയെ കണ്ടത്. ആദ്യം ഉറങ്ങുകയാണെന്ന് കരുതിയെങ്കിലും പിന്നീട് സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് മരണം സംഭവിച്ചതായി തിരിച്ചറിഞ്ഞത്. ഇസൈവാണി ഒറ്റയ്ക്കാണ് യാത്ര ചെയ്തിരുന്നതെന്നാണ് വിവരം. തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മയും മകളും ജീവനൊടുക്കിയ സംഭവത്തിൽ ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ കസ്റ്റഡിയിൽ. വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടുകയായിരുന്നു. ഗാർഹിക പീഡനത്തിനും ആത്മഹത്യാ പ്രേരണ കുറ്റവുമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇരുവരെയും കഴിഞ്ഞ ദിവസമാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സയനൈഡ് കഴിച്ചാണ് ജീവൻ ഒടുക്കിയതെന്നാണ് പ്രാഥമിക വിവരം. മൃതദേഹത്തിന് സമീപത്തു നിന്നും സയനൈഡ് കഴിക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന ഗ്ലാസും ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിരുന്നു. ഗ്രീമയെ ഭർത്താവ് ഉപേക്ഷിച്ചതിന്റെ മനോവിഷമമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് വ്യക്തമാക്കുന്നതാണ് കുറിപ്പ്. തങ്ങൾ ആത്മഹത്യ ചെയ്യാൻ കാരണം മകളുടെ ഭർത്താവാണെന്നും കേവലം 25 ദിവസം കൂടെ താമസിച്ച അവളെ അവൻ ഉപേക്ഷിച്ചെന്നും അപമാനഭാരം താങ്ങാനാവുന്നില്ലെന്നും സജിത ബന്ധുക്കൾക്ക് അയച്ച സന്ദേശത്തിലും പറയുന്നുണ്ട്. സയനൈഡ് കഴിച്ച് തങ്ങൾ ജീവനൊടുക്കുന്നുവെന്ന സന്ദേശം കുടുംബ ഗ്രൂപ്പിൽ ഇവർ പങ്കുവച്ചതിന് പിന്നാലെ ബന്ധുക്കൾ വീട്ടിലെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. വീട്ടിനകത്തെ സോഫയിൽ കൈകൾ കോർത്ത നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. തൃശൂർ ചെങ്ങാലൂർ പള്ളി തിരുനാൾ പ്രദക്ഷിണത്തിലേക്ക് വീണ ഗുണ്ട് പൊട്ടിത്തെറിച്ച 10 പേർക്ക് പരിക്കേറ്റു. കണ്ണിന് പരിക്കേറ്റ ഒരാളെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലും മറ്റുള്ളവരെ കൊടകര, വെണ്ടൂർ എന്നിവിടങ്ങളിലെ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ചെങ്ങലൂർ ലാസ്റ്റ് കപ്പേളയ്ക്ക് സമീപത്തായിരുന്നു അപകടം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് വെടിക്കെട്ട് നടത്തിയത്. വെടിക്കെട്ട് തുടങ്ങിയതോടെ പ്രദക്ഷിണം കപ്പേളയ്ക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നു. ഇതിനിടെയാണ് ഗുണ്ട് റോഡിലേക്ക് തെറിച്ചു വീണത്. യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണ് വെടിക്കെട്ട് നടത്തിയതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. സംഭവത്തിന് പിന്നാലെ പുതുക്കാട് പോലീസും സ്ഥലത്തെത്തി. പാലക്കാട് മണ്ണാർക്കാട് 15-കാരിക്ക് തെരുവുനായയുടെ കടിയേറ്റു. സ്കൂളിൽ പോകാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് കുട്ടിക്ക് നേരെ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. വീടിനുള്ളിലേക്ക് ഓടി വന്ന നായ കുട്ടിയുടെ ഇടത് കൈയിൽ കടിക്കുകയായിരുന്നു. കൈയിൽ ആഴത്തിൽ മുറിവേറ്റ കുട്ടി മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണ്. വളർത്തു മൃഗങ്ങൾക്കുൾപ്പെടെ തെരുവുനായയുടെ കടിയേറ്റിട്ടുണ്ട്. താമരശ്ശേരി ചുരത്തിൽ നാളെ ഭാരവാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ചുരത്തിലെ 6ാം വളവിൽ മുറിച്ചിട്ടിരിക്കുന്ന മരങ്ങൾ വലിയ ക്രെയിൻ ഉപയോഗിച്ച് നീക്കം ചെയ്യേണ്ടതുണ്ട്. ഇതിനൊപ്പം തന്നെ 7ാം വളവ് മുതൽ ലക്കടി വരെ റോഡിലെ അറ്റകുറ്റപ്പണികളും ഈ ദിവസങ്ങളിൽ നടക്കും. ഈ പ്രവർത്തികൾ തടസ്സമില്ലാതെ പൂർത്തിയാക്കുന്നതിനാണ് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിയന്ത്രണമുള്ള ദിവസങ്ങളിൽ മൾട്ടി ആക്സൽ വാഹനങ്ങളും മറ്റ് ഭാരവാഹനങ്ങളും താമരശ്ശേരി ചുരം വഴി കടത്തിവിടില്ല. ഇത്തരം വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് വഴിതിരിഞ്ഞ് പോകേണ്ടതാണ്. യാത്രക്കാർക്ക് നാടുകാണി ചുരമോ കുറ്റ്യാടി ചുരമോ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കാം. ഉടുപ്പി ശ്രീകൃഷ്ണ മഠം ഘോഷയാത്രയിൽ കളക്ടർ TK സ്വരൂപ കാവി പതാക ഏന്തിയതിൽ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്തെഴുതി ജില്ലാ കോൺഗ്രസ് ഘടകം. BJP MLA ഇസ്മാൽ സുവർണ RSS പതാകയാണ് കളക്ടർക്ക് കൈമാറിയതെന്ന് DCC മനുഷ്യാവകാശ സെൽ പ്രസിഡന്റ് ഹരീഷ് ഷെട്ടി ആരോപിച്ചു. 18 രാവിലെ ഷിറൂർ മഠാധിപതി ദേവവർദ്ധന തീർത്ഥസ്വാമിയുടെ നഗരപ്രവേശന ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്താണ് കളക്ടർ കാവി പതാക ഏന്തിയത്. എന്നാൽ രാഷ്ട്രീയ പരിപാടി ആയിരുന്നില്ലെന്നും ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായാണ് പങ്കെടുത്തതെന്നും കളക്ടർ വിശദീകരിച്ചു.
തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ പുരുഷന്മാർക്ക് ബസ്സിൽ സൗജന്യ യാത്രയെന്ന അണ്ണാ DMKയുടെ വാഗ്ദാനത്തിന് പിന്നാലെ പുതിയ വാഗ്ദാനവുമായി മുൻ മന്ത്രി KT രാജേന്ദ്ര ബാലാജി. അണ്ണാ DMK അധികാരത്തിലെത്തിയാൽ കമിതാക്കൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്രയെന്നാണ് പുതിയ വാഗ്ദാനം. പുരുഷന്മാർക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നിലവിൽ വരുന്നതോടെ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടൊത്തും യുവാക്കൾക്ക് തങ്ങളുടെ കമിതാക്കൾക്കൊപ്പവും ചെലവില്ലാതെ യാത്ര ചെയ്യാൻ അവസരം ലഭിക്കുമെന്നാണ് വിശദീകരണം. സ്ത്രീകൾക്ക് മാത്രം സൗജന്യ യാത്ര ഒരുക്കുന്നതിലൂടെ DMK കുടുംബത്തെ വിഭജിച്ചെന്നും രാജേന്ദ്ര ബാലാജി ആരോപിച്ചു. ജാർഖണ്ഡിലെ നക്സൽ വിരുദ്ധ ഓപ്പറേഷനിൽ 15 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. പശ്ചിമ സിംഗ്ഭൂം ജില്ലയിലെ സാരന്ത വനമേഖലയിൽ പുലർച്ചെയോടെ ആരംഭിച്ച ഏറ്റുമുട്ടലിലാണ് മാവോയിസ്റ്റുകളെ വധിച്ചത്. കൊടും കുറ്റവാളിയും മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗവുമായ പതിറാം മാഞ്ചി എന്ന അനൽദായയും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും. സുരക്ഷാ സേനയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള 3 പേരെങ്കിലും ദൗത്യത്തിൽ കൊല്ലപ്പെട്ടതായാണ് വിവരം. സർക്കാർ തലയ്ക്ക് 1 കോടി രൂപ വിലയിട്ടിരിക്കുന്ന മിസിർ ബസ്ര, ആകാശ് മണ്ഡൽ എന്നിവർ കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടെങ്കിലും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഏറ്റുമുട്ടലിന് ശേഷം വനമേഖലയിൽ സുരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ വ്യാപകമായി തെരച്ചിൽ നടത്തി. കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം. പരിശോധനകൾക്ക് ശേഷം ഉണ്ടാകുമെന്നും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ജമ്മു കാശ്മീരിലെ ദോഡയിൽ സൈനിക വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് 10 സൈനികർക്ക് വീരമൃത്യു. 10 സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സൈനികരുമായി പോയ സൈന്യത്തിന്റെ ബുള്ളറ്റ് പ്രൂഫ് വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ദോഡയിലെ ഗനി എന്ന സ്ഥലത്താണ് അപകടം ഉണ്ടായത്. ഉയർന്ന പ്രദേശങ്ങളിലേക്ക് ഡ്യൂട്ടിക്ക് പോവുകയായിരുന്ന സൈനികർ ഇതിനിടെ വാഹനം നിയന്ത്രണം വിട്ട 200 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ജമ്മു കാശ്മീർ പോലീസും സുരക്ഷാ സേനയും എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പരിക്കേറ്റവരെ ഉധംപൂരിലെ സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി. തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. ഞങ്ങളുടെ സേവനങ്ങളിൽ ഗോൾഡ് ലോൺ, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, സേവിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഡിബഞ്ചേഴ്സ്, മോർട്ട്ഗേജ് ലോൺ, ബിസിനസ് ലോൺ, ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടുന്നു. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലായി 50-ൽ പരം ബ്രാഞ്ചുകൾ. ഞങ്ങളെ ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ നമ്പർ 1800-123-0625. ദ്വീപ ഗ്രീൻ പവർ എക്സ്പോ 2026 പങ്കെടുക്കൂ. സോളാർ ഊർജ്ജ മേഖലകളിലെ പുതിയ മാറ്റങ്ങളും സാങ്കേതിക വിദ്യകളും പരിചയപ്പെടൂ. PM സൂര്യാഘർ യോജനയെ സമഗ്രമായി അറിയൂ. 200-ലേറെ തൊഴിലവസരങ്ങൾ, 250-ലേറെ പ്രദർശകർ, മാനുഫാക്ചേഴ്സിനെ മുഖാമുഖം പരിചയപ്പെടാം. ജനുവരി 22 മുതൽ 24 വരെ അങ്കമാലിയിലെ ആറ്റ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ. അഡ്മിഷൻ ഫ്രീ. ഗോ ഗ്രീൻ, സേവ് ബിഗ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 1 വർഷത്തെ ചരിത്ര നേട്ടങ്ങളിൽ നിന്ന് അടുത്ത വിസ്മയത്തിലേക്ക് വികസനത്തിന്റെ നവീന മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് കേരള സർക്കാർ 2045-ലെ ലക്ഷ്യം. 17 വർഷം മുൻപേ 2028-ൽ 10,000 കോടിയിലേറെ രൂപയുടെ നിക്ഷേപം. വാർഷിക ശേഷി 5 മടങ്ങ് വർദ്ധിപ്പിച്ച് 57 ലക്ഷം TEU-യിലേക്ക്. തുടർ വികസനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം 2026 ജനുവരി 24 വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുന്നു. വികസന വിസ്മയം വിഴിഞ്ഞം. ലക്ഷ്മിക്കുട്ടി, ഇതെന്റെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. അപ്പോ ഞാനിത് ജുവലറൊക്കെ കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശക്ക് കൂടുതൽ പണം കിട്ടുമല്ലോ. നമ്മെ അറിയുന്ന നല്ലൊരു ഫിനാൻസ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വിലപ്പെട്ടതൊക്കെ നഷ്ടപ്പെടുത്തി കളയണമുണ്ട് ലക്ഷ്മിക്കുട്ടി. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. Every drop makes you want more. Mr. Made Mazza from Skasan India. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. വാർത്തയിലേക്കാണ്. ഇന്ത്യയുമായി നല്ല വ്യാപാര കരാർ വൈകാതെ ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആഗോള നേതാക്കളുടെയും ബിസിനസ് പ്രമുഖരുടെയും സാന്നിധ്യത്തിൽ സ്വിറ്റ്സർലൻഡിലെ
ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇതിനായുള്ള ചർച്ചകൾ നന്നായി നടക്കുന്നുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി. നരേന്ദ്രമോദി മികച്ച നേതാവും അടുത്ത സുഹൃത്തുമാണ്. മോദിയോട് ഏറെ ബഹുമാനമുണ്ട്. ഇന്ത്യ പാക് യുദ്ധം നിർത്തിയത് താനെന്ന് ദാവോസിലും ട്രംപ് ആവർത്തിച്ചു. അതേസമയം ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള നീക്കത്തെ എതിർക്കുന്ന 8 യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ പ്രത്യേക തീരുവ ചുമത്തുന്നതിൽ നിന്നും ട്രംപ് പിന്മാറി. നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മനംമാറ്റം. റൂട്ടയുമായുള്ള കൂടിക്കാഴ്ച ഫലപ്രദമായിരുന്നുവെന്നും ഗ്രീൻലാൻഡിനും ആർട്ടിക് മേഖലയുമായുള്ള കരാറിന്റെ രൂപരേഖ തയ്യാറായെന്നും ട്രംപ് സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ, ഫ്രാൻസ്, UK തുടങ്ങിയ 8 രാജ്യങ്ങൾക്ക് ഫെബ്രുവരി 1 മുതൽ 10% ഇറക്കുമതി ചുങ്കമാണ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത്. ഗ്രീൻലാൻഡ് അമേരിക്കയുടെ ഭാഗമാകുന്ന കരാറിൽ തീരുമാനമായില്ലെങ്കിൽ ജൂൺ 1 മുതൽ നികുതി 25% ഉയർത്തുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. കൊടുങ്ങല്ലൂരിൽ തോടിനു കുറുകെ നിർമ്മിച്ച തടയണ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പെരുന്തോട് വാർഡിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനായി MLT സ്കൂൾ പരിസരത്ത് കെട്ടിയ താൽക്കാലിക തടയണയാണ് തുടർച്ചയായി 2 തവണ നശിപ്പിച്ചത്. വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ജനുവരി മാസത്തിലാണ് തോട്ടിൽ തടയണ നിർമ്മിക്കാറുള്ളത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച നിർമ്മിച്ച തടയണ രാത്രിയിൽ നശിപ്പിക്കപ്പെട്ടു. തുടർന്ന് വീണ്ടും തടയണ നിർമ്മിച്ചുവെങ്കിലും അതും നശിപ്പിക്കുകയായിരുന്നു. 3ാം വട്ടവും തടയണ നിർമ്മിച്ച വാർഡ് വികസന സമിതി കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. കിണറിലത്തെ വെള്ളത്തിന് ഉപ്പിൻ്റെ അംശം വരും. അതുപോലെ പല ചെറിയ പച്ചമുളക് അങ്ങനെയുള്ള ചെറിയ കൃഷികൾ നമ്മൾ അടുക്കളത്തോട്ടം പോലെ ഉണ്ടാക്കിയിരിക്കുന്ന ആ കൃഷികൾക്കൊക്കെ നാശം സംഭവിക്കും. അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഈ പ്രദേശവാസികളെ ബാധിക്കുന്നത്. സമൂഹത്തിന് ഇങ്ങനെ കെട്ടുകൊണ്ട് ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഗുണമാണുള്ളത്. ആ ഗുണം കിട്ടരുതെന്ന് കരുതുന്ന കുറച്ച് ദുഷ്ടബുദ്ധിയുള്ള ആൾക്കാർ വന്ന് പൊളിക്കണത്. അതാരും നമ്മ ഒരു പാർട്ടിയെ ഒന്നിനെയും നമ്മൾ ബ്ലെയിം ചെയ്യണില്ല. പുഴയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പെരുന്തോട്ടിൽ നിന്നും ഉപ്പുവെള്ളം ശുദ്ധജല സ്രോതസ്സുകളിലേക്ക് കയറുന്നത് തടയുന്നതിനായാണ് തടയണ കെട്ടുന്നത്. വർഷകാലങ്ങളിൽ തടയണ പൊളിച്ചു നീക്കുകയും ചെയ്യും. തടയണയില്ലാതെ വന്നാൽ ജനവാസ കേന്ദ്രങ്ങളിലെ കിണറുകളിലും മറ്റും ഉപ്പുവെള്ളം നിറയുകയും പ്രദേശങ്ങളിലെ കൃഷി നശിക്കുകയും ചെയ്യും. ഏകദേശം 35,000-ഓളം രൂപ ചെലവഴിച്ചാണ് വികസന സമിതി തടയണ കെട്ടിയത്. നിർമ്മാണ ചെലവ് പിന്നീട് നഗരസഭ നൽകുകയാണ് പതിവ്. തടയണ നശിപ്പിച്ചതുമൂലം പ്രദേശത്ത് ഓരുവെള്ള ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഈ മേഖലയിൽ രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുന്നതായും പരാതിയുണ്ട്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. എറണാകുളം മൂവാറ്റുപുഴ പിഴക്കാപ്പള്ളി ഭാഗത്ത് കഴിഞ്ഞ ദിവസം കിണറ്റിൽ വീണ 4 വയസ്സുകാരനെ രക്ഷപ്പെടുത്തിയ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നാടിന്റെ ആദരം. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ അതുൽ പ്രേം ഉണ്ണി, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഷിനു KS, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത്ത് രാജൻ, നാട്ടുകാരൻ അബ്ദുള്ള കൈമല എന്നിവരെയാണ് പിഴക്കാപ്പള്ളി പള്ളിപ്പടി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചത്. പുഞ്ചേരി ഭാഗത്തുള്ള താന്നിച്ചുവട്ടിൽ ഷിഹാബിന്റെ മകനാണ് പോലീസിന്റെ അവസരോചിതമായ ഇടപെടലിലൂടെ പുതുജീവൻ ലഭിച്ചത്. പുഞ്ചേരി ഭാഗത്ത് പരാതി അന്വേഷിക്കാനായി സ്ഥലത്തെത്തിയപ്പോൾ വീട്ടുകാരുടെ നിലവിളി കേട്ട് ജീപ്പ് നിർത്തി SI അതുൽ പ്രേം ഉണ്ണി കിണറ്റിലേക്ക് ഇറങ്ങുകയും മുങ്ങിത്താഴ്ന്ന കുട്ടിയെ കിണറ്റിൽ നിന്ന് പുറത്തെടുക്കുകയുമായിരുന്നു. നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് ചെയ്യുമ്പോൾ തികച്ചും എൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് മാത്രമേ ഞാൻ കരുതിയിരുന്നുള്ളൂ. അന്ന് ആ സമയത്ത് വേറൊരു ഇത്തയുടെ ഒരു പരാതി അന്വേഷിക്കുന്നത് സംബന്ധിച്ചാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പം അങ്ങനെ വണ്ടി കൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് കുറച്ച് ആളുകൾ ഓടി വരുന്നു. കുട്ടി ഇങ്ങനെ കിണറ്റിൽ പോയി എന്ന് പറയുന്നു. നമ്മൾ ഓടി അവിടെ വരുന്നു. നമുക്കപ്പോൾ പ്രത്യേകിച്ച് സാഹചര്യങ്ങളൊന്നുമില്ല. പക്ഷെ ആ സമയത്ത് നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെയാണ് ഞങ്ങളുടെ ഓരോ പോലീസുകാരുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവനും സ്വത്തിനും അതുപോലെ അവരുടെ അഭിമാനത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് തന്നെയാണ്. അബ്ദുള്ളയ്ക്കാണ് ഞങ്ങൾ കുട്ടീനെ എടുത്ത് കൊടുക്കുന്നത്. പക്ഷെ ആ കിണറ്റിൻ്റെ ഉള്ളിൽ വെച്ചാൽ അവൻ കരഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയൊരു സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് മാത്രമല്ല, പുറത്തു നിന്ന് എല്ലാവർക്കും കിട്ടിയെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അവനിപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഗുരുവായൂരപ്പന് വഴിപാടായി സ്വർണ്ണ കിരീടം സമർപ്പിച്ചു. 174 ഗ്രാം തൂക്കം വരുന്ന കിരീടമാണ് സമർപ്പിച്ചത്. തൃശൂരിലെ ജ്വല്ലറി മാനുഫാക്ചറിംഗ് സ്ഥാപനമായ അജയ് ആൻഡ് കമ്പനി ഉടമ CS അജയ്കുമാറിന്റെ ഭാര്യ സിനി അജയ്കുമാറാണ് സ്വർണ്ണ കിരീടം സമർപ്പിച്ചത്. ഉച്ചയ്ക്ക് ശേഷം നട തുറന്ന നേരത്തായിരുന്നു സമർപ്പണം. കുടിമരച്ചുവട്ടിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ സ്വർണ്ണ കിരീടം ഏറ്റുവാങ്ങി. ചടങ്ങിൽ അജയ്കുമാറിന്റെ കുടുംബത്തിനൊപ്പം ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ, CSO മോഹൻകുമാർ എന്നിവരും സന്നിഹിതരായി. വിശേഷ ദിവസങ്ങളിൽ ഭഗവാന് ചാർത്താൻ കഴിയുന്ന തരത്തിലാണ് കിരീടം നിർമ്മിച്ചിരിക്കുന്നത്. പതിച്ച കല്ലുകളടക്കം 174 ഗ്രാം 21.75 പവൻ തൂക്കം വരുന്നതാണ് കിരീടം.
കായിക വാർത്തയിലേക്ക്. ICCയുടെ അന്ത്യശാസനം തള്ളി ബംഗ്ലാദേശ്. ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന 2020 ലോകകപ്പിൽ നിന്ന് പിന്മാറി ബംഗ്ലാദേശിന്റെ മത്സരങ്ങളുടെ വേദി ലോകകപ്പിന്റെ സഹ ആതിഥേയരായി ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്ന ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ ആവശ്യം തള്ളി ICC ഇന്ത്യയിൽ കളിക്കുന്നതിൽ അന്തിമ തീരുമാനം ഇന്ന് അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ടീം അംഗങ്ങളുമായും കായിക ഉപദേഷ്ടാവ് ആസിഫ് നസ്രുലുമായും ചർച്ചകൾ നടത്തിയ ശേഷം BCB പ്രസിഡന്റ് അമിനുൽ ഇസ്ലാമാണ് ലോകകപ്പിൽ നിന്ന് പിന്മാറുകയാണെന്ന് തീരുമാനം അറിയിച്ചത്. ബംഗ്ലാദേശ് പോലെ ക്രിക്കറ്റിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യം ടൂർണമെന്റിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ആതിഥേയരുടെയും ICCയുടെയും പരാജയമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബംഗ്ലാദേശ് പിന്മാറുന്നതോടെ പകരക്കാരനായി സ്കോട്ട്ലാൻഡ് ആയിരിക്കും ലോകകപ്പിൽ ഇടം നേടുകയെന്നും ICC നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,145 രൂപ, പവന് 1,13,160 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,700 രൂപ, പവന് 93,600 രൂപ. വെള്ളി ഗ്രാമിന് 325 രൂപ, കിലോയ്ക്ക് 3,25,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. കാസർഗോഡ് ഉക്കിനടുക ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് പുറകുവശത്ത് ഉണങ്ങിയ പുല്ലിന് തീപിടിച്ചു. തീപിടുത്തത്തിൽ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് തീ അണച്ചത്. പറ്റാണ്ട് ചെയ്യണൊക്കെ കൊള്ളാം. തീ വെച്ചിട്ടുള്ള കളി. പാലക്കാട് പട്ടാമ്പി ശങ്കരമംഗലത്ത് KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സും ബുള്ളറ്റ് ബൈക്കും കൂട്ടിയിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ ബൈക്ക് യാത്രികൻ മരിച്ചു. കൊപ്പം സ്വദേശി മുഹമ്മദ് റാഫിയാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ പട്ടാമ്പിയിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. കൊപ്പം മുളയങ്കാവ് റോഡിലെ ഫിഷ് മാർക്കറ്റിലെ ജീവനക്കാരനാണ് മുഹമ്മദ് റാഫി. കോഴിക്കോട് കൊയിലാണ്ടിയിൽ BJP മാർച്ച് തടയാൻ റോഡിന് കുറുകെയിട്ട വടത്തിൽ തട്ടിവീണ ബൈക്ക് യാത്രികന് പരിക്കേറ്റു. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ നോർത്ത് കാരശ്ശേരി ഭാരത് പെട്രോൾ പമ്പിന് സമീപമായിരുന്നു സംഭവം. 2 ഇരുചക്ര വാഹന യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടത്. മാർച്ച് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ റോഡിൽ വടമിട്ടിരുന്നു. ഇതിൽ തട്ടിയാണ് ബൈക്ക് യാത്രക്കാർ വീണത്. റോഡിൽ വീണ ഇരുചക്ര വാഹനത്തിന് പിന്നിൽ ടിപ്പർ ലോറി ഇടിച്ചെങ്കിലും യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. കയറ് റോഡിന് കുരുങ്ങി. അപ്പൊ നമ്മൾ ബൈക്ക് ആകുമ്പോൾ പെട്ടെന്ന് സ്ലിപ്പാവും. അതും കൂടെ പോന്ന് കാണുന്നുണ്ടെങ്കിൽ ആ സമയത്താണ് പെട്ടെന്ന് സ്ലോ ആക്കിയ സമയത്ത് ബാക്കിൽ ടിപ്പർ വരെയും വണ്ടിക്ക് ഇടിക്കുക. ജസ്റ്റ് കഴിച്ചിലാണ്. കുറച്ചുകൂടെ ടിപ്പർ വേഗത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു മരണം വരെ അവിടെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പോലീസുകാരുടെ അടുത്തുനിന്ന് ആ കയറ് ആവശ്യ സമയത്ത് കെട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞ സമയത്ത് അവരുടെ വീട്ടിലല്ല കെട്ടി, റോഡുമേലാണ് കെട്ടിയെന്നാണ് അവരുടെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ പറയാനാണ് അവർ പറയുന്നത്. ഒരു വണ്ടി ഇഷ്ടംപോലെ പോകുന്നുണ്ട്, വേറെ ആർക്കും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഒരു സ്ത്രീ ഇപ്പോൾ തൊട്ട് മുമ്പ് ഇവിടുന്ന് ആക്സിഡന്റ് ആയിക്കൊണ്ട് ഹോസ്പിറ്റലിൽ ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് മാത്രമേ ഉള്ളൂ. അവർക്കും ഇതേപോലെ തന്നെ ഈ കയറ് സ്ലോ തടഞ്ഞിട്ട് പിന്നെ ആശുപത്രിയിലായതാണ്. മലപ്പുറം രണ്ടത്താണിയിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ആർക്കും പരിക്കില്ല. ഒരു കാറിന്റെ സൈഡിൽ ഇടിച്ച് മറ്റൊരു കാർ മറിയുകയായിരുന്നു. രണ്ടത്താണിയിലെ എക്സിറ്റ് പോയിന്റിന് സമീപത്താണ് അപകടം നടന്നത്. അപകടത്തെ തുടർന്ന് സ്ഥലത്ത് ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. പോലീസ് സ്ഥലത്തെത്തി വാഹനങ്ങൾ നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. തിരുവനന്തപുരത്ത് KSRTC ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. പങ്കജ് കസ്തൂരി റോഡിലാണ് അപകടം ഉണ്ടായത്. കരമന ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും തിരുവനന്തപുരം ഭാഗത്തു നിന്നും വെള്ളറടയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രികരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
കൊല്ലത്ത് MDMAയുമായി ഒരാളെ സിറ്റി ഡാൻസ് ഓഫ് ടീമും കൊട്ടിയ പോലീസും ചേർന്ന് പിടികൂടി. പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പ്രതിയെ പിടികൂടിയത്. മുഖത്തല മുരാരി ക്ഷേത്രത്തിന് സമീപത്തു നിന്നും കാറിൽ കൊണ്ടുവന്ന 2 ഗ്രാം MDMAയുമായി വെഞ്ഞാറമൂട് സ്വദേശി ഷിബിൻ പോലീസിന്റെ പിടിയിലാകുന്നത്. ഇയാൾ കെട്ടിട നിർമ്മാണ കരാറുകാരനാണ്. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൊല്ലം ഇരവിപുരത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ കേസിലെ മുഖ്യ പ്രതി പിടിയിൽ. ഇരവിപുരം സ്വദേശി ദീപു ആണ് പിടിയിലായത്. ഒളിവിൽ പോയ പ്രതിയെ ഇരവിപുരം പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് പിടികൂടിയത്. 2 ദിവസം മുമ്പ് 66 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നവുമായി ഇരവിപുരം സ്വദേശി ആദർശിനെ പിടികൂടിയിരുന്നു. എന്നാൽ ഇതിലെ പ്രധാനിയായിരുന്ന ദീപു ഒളിവിൽ പോവുകയായിരുന്നു. ആദർശിന്റെ വീടിന്റെ മുകൾ ഭാഗം വാടകയ്ക്കെടുത്തതായിരുന്നു ദീപു പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത്. 9 മാസങ്ങൾക്ക് മുമ്പ് ദീപു വാടകയ്ക്കെടുത്ത കടയിലെ സുഹൃത്തുക്കളുടെ വീടുകളിൽ നിന്ന് നിരവധി പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയിരുന്നു. സ്കൂൾ കോളേജ് പരിസരങ്ങൾ കേന്ദ്രീകരിച്ച വൻതോതിൽ പുകയില ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്തു വരികയായിരുന്നു ഇയാൾ. കൊല്ലം പത്തനാപുരത്ത് ക്ഷേത്രോത്സവ ഒരുക്കത്തിനിടെ പോലീസ് വാഹനം ഇടിച്ച് തകർത്ത ശേഷം കടന്നു കളഞ്ഞ സംഭവത്തിൽ പിടവൂർ സ്വദേശി ദേവൻ എന്ന സജീവനെ പിടികൂടി. സംഭവത്തിൽ പോലീസ് വാഹനം തകരുകയും വാഹനത്തിലുണ്ടായിരുന്ന പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആളറിയാതിരിക്കാൻ മുടിയും മീശയും താടിയും വെട്ടി മൊബൈൽ ഫോണും ഉപേക്ഷിച്ച ശേഷമാണ് സജീവ് തമിഴ്നാട്ടിലേക്ക് കടന്നത്. തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്നാണ് പത്തനാപുരം പോലീസ് സജീവനെ പിടികൂടിയത്. കൊല്ലം കൊട്ടിയത്ത് ക്ഷേത്രത്തിൽ മോഷണം. കൊട്ടിയം തഴുത്തല മുരുക്കംകാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിലെ 3 കാണിക്ക ബഞ്ചുകൾ കുത്തി തുറന്ന പണം കവർന്നിട്ടുണ്ട്. നട തുറക്കാനെത്തിയ ക്ഷേത്ര മേൽശാന്തിയാണ് മോഷണ വിവരം ആദ്യം അറിയുന്നത്. തുടർന്ന് ക്ഷേത്രം ഭാരവാഹികളെ വിവരം അറിയിക്കുകയും CCTV ക്യാമറ പരിശോധിക്കുകയുമായിരുന്നു. 20,000 രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. CCTV ദൃശ്യം ഉൾപ്പെടെ ശേഖരിച്ച് കൊട്ടിയം പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാവിലെ വന്ന് അമ്പലം തുറക്കാൻ കത്തിച്ച് അമ്പലം തുറന്നു. 3 അമ്പലം തുറന്നു. അപ്പോൾ 4ാമത്തെ അമ്പലം തുറക്കാൻ ചെന്നപ്പം പൂട്ട് തുറക്കുമ്പോൾ കതവിനൊരു വ്യത്യാസം. അപ്പോൾ നോക്കിയപ്പോൾ കാണാൻ കതവ് അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതൊക്കെ അവിടെ വെച്ചിട്ട് ഇവിടെ വന്ന് വഞ്ചിയൊക്കെ നോക്കുമ്പോൾ വഞ്ചിയെല്ലാം തുറന്നു നടക്കും. പൈസ ഒരു 10,000-20,000 രൂപയുടെ നോട്ടുകൾ പോയിട്ടുണ്ട് എല്ലാ വഞ്ചിയിൽ നിന്നും. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. കോട്ടയം പെരുമ്പായിക്കാട് സ്വദേശി സച്ചിൻ വർഗീസ് ആണ് അറസ്റ്റിലായത്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട കൊല്ലം പടിഞ്ഞാറേ കല്ലട സ്വദേശിയായ വിദ്യാർത്ഥിനിയാണ് മാതാപിതാക്കളില്ലാത്ത സമയം ഇയാൾ വീട്ടിലെത്തി പീഡിപ്പിച്ചത്. കുട്ടി അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് മാതാപിതാക്കൾ ചോദിച്ചപ്പോഴാണ് പീഡന വിവരം പറയുന്നത്. തുടർന്ന് ഇവർ ശാസ്താംകോട്ട പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് കോട്ടയത്തെത്തിയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ഇടവേള.